lied to the American people. He knowingly and willingly lied about the threat it posed to the country for months. And we're going to win 4 more years in the White House. We are in a battle for the soul of this nation. I'm the only thing standing between the American dream and total anarchy, madness, and chaos. Talk is over. Now arrives the hour of action. Worse, he lied to the American people. He knowingly and willingly lied about the threat it posed to the country for months. And we're going to win 4 more years in the White House. We are in a battle for the soul of this nation. I'm the only thing standing between the American dream and total anarchy, madness, and chaos. നമസ്കാരം. Porkkalam see you live, event partners Sam Anto and Linto George. പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമാകെ ഒരു മഹാമാരിയുടെ പിന്നിലാണ്. ഇതിനിടെയാണ് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും ശക്തൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന അമേരിക്കയിൽ നവംബർ 3-ന് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയും നിലനിൽപ്പും പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് തികച്ചും നിർണായകം തന്നെയാണ്. Porkkalam see you live, അമേരിക്കൻ പോർക്കളം ചർച്ച ചെയ്യുന്നു ട്രംപോ ബൈഡനും. ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ന്യൂയോർക്കിൽ നിന്നുള്ള JNK ചെറിയാൻ. അദ്ദേഹം ഒരു കവിയും അതോടൊപ്പം തന്നെ ചലച്ചിത്ര നിർമ്മാതാവും കൂടിയാണ്. ഫ്ലോറിഡയിൽ നിന്നുള്ള സാജൻ ഫ്രാൻസിസ് കുര്യൻ. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയായാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഇതുകൂടാതെ വിർജീനിയയിൽ നിന്നുള്ള വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയാണ്. അമേരിക്കൻ പോർക്കളം എന്ന ഈ CU ലൈവ് മോഡറേറ്റ് ചെയ്യാനായി നമ്മോടൊപ്പമുള്ളത് വിർജീനിയയിൽ നിന്ന് തന്നെയുള്ള IT വിദഗ്ധനും അതേപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റുമായ വിശാഖ് ചെറിയാനാണ്. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഓവർ ടു ദ ഡിബേറ്റ്. ഗുഡ് മോർണിംഗ് ഓൾ, ഗുഡ് ഈവനിങ് ഇന്ത്യ. എൻ്റെ പേര് വിശാഖ് ചെറിയാൻ. ഞാനാണ് ഈ പ്രോഗ്രാം ഞാൻ മോഡറേറ്റ് ചെയ്യുന്നത്. ന്യൂയോർക്കിൽ നിന്ന് ജെയിൻ ചെറിയാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയോടും ഡെമോക്രാറ്റ് പാർട്ടിയോടും തുല്യ ദൂരം വെക്കുന്ന ജെയിൻ ചെറിയാനുണ്ട്. ഫ്ലോറിഡയിൽ നിന്ന് ഡെമോക്രാറ്റ് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സാജൻ ഫ്രാൻസിസ് കുര്യൻ. അദ്ദേഹം ജോ ബൈഡൻ, കമല ഹാരിസ് ടീമിന്റെ റാലി കോർഡിനേറ്റർ കൂടിയാണ്. വിൻസെന്റ് പാലത്തിങ്കൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ട്രംപ് പെൻസിന്റെ റാലിയിലെ മെമ്പർ കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നിയമാവലിയിലേക്ക് കിടക്കാം. നമുക്ക് 4 ടോപ്പിക്കുകളാണ് ഇപ്രാവശ്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ 4 ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 4 ടോപ്പിക്കുകൾ. ഇതിനകത്ത് ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് 5 മിനിറ്റ് സംസാരിക്കാനായിട്ട് അവസരമുണ്ട്. അത് ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിനകത്തേക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇന്ററപ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നാണ് ഇമിഗ്രേഷൻ. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് ഇമിഗ്രേഷൻ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയും പ്രത്യേകിച്ച് നോൺ ഇമിഗ്രന്റ് സൈഡിലും ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ USCIS തന്നെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള പാരാമീറ്റേഴ്സ് ആണ് സെറ്റ് ചെയ്തിരുന്നത്.
മിസ്റ്റർ വിൻസൻ പാലത്തിങ്കൽ, താങ്കളോടാണ് എന്റെ ചോദ്യം. താങ്കൾ അമേരിക്കയിൽ കുടിയേറി പാർത്ത ഒരു ഇന്ത്യനാണ്. താങ്കൾ അമേരിക്കയിൽ വന്ന സമയത്ത് വളരെ സരളമായ രീതിയിലുള്ള ഇമിഗ്രേഷൻ പോളിസീസ് ഉണ്ടായിരുന്ന സമയത്താണ് താങ്കൾ വന്നത്. അപ്പോൾ ഇതുവരെ കഠിനമായ തീരുമാനങ്ങൾ എടുത്ത ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിയെ, റിപ്പബ്ലിക്കൻ പാർട്ടിയെ താങ്കൾ പിന്തുണയ്ക്കാനുള്ള ഒരു കാരണം വിവരിക്കാമോ? Mr. Vincent Palatingal? Yeah. Vincent Palatingal ആണ് എന്റെ ചോദ്യം. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്. ചോദ്യം ആവശ്യമാണ്. ഹലോ വിൻസൻ, യെസ്. ചോദ്യം ആവർത്തിക്കണോ? എന്താ പറഞ്ഞു? ഒന്നുകൂടി പറഞ്ഞേ. ഓക്കെ. നമുക്ക് 4 വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഇമിഗ്രേഷനെ പറ്റിയാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇമിഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം വിൻസൻ പാലത്തിങ്കൽ, താങ്കൾക്ക് അറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് പ്രത്യേകിച്ച് ജോബ് റിലേറ്റഡ് ആയിട്ട് ഹൈലി സ്കിൽഡ് ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ഇമിഗ്രൻസിനും ഫാമിലി ബേസ്ഡ് ആയിട്ട് വരുന്ന ഇമിഗ്രൻസിനും ധാരാളമായ നിബന്ധനകൾ ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. താങ്കൾ അമേരിക്കയിൽ വന്ന സമയത്ത് ഇത്രയും കഠിനമായ പ്രോട്ടോകോൾസും പോളിസീസും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് താങ്കൾ അമേരിക്കയിൽ വന്നത്. അപ്പം കുടിയേറി പാർത്ത ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയെയും ഡൊണാൾഡ് ട്രംപിനെയും പിന്തുണയ്ക്കുന്നത് എന്ന് ഒന്ന് വിവരിക്കാമോ? Vishak, I am hearing an echo. Is that only my problem? I don't know. There is an echo. It's across the board, I believe. Because I am also hearing echo. Can I go ahead now? Yep, please, sure. Okay, Vishak, thank you so much for this opportunity, and thank you so much for Vogue Malayalam for doing this. നമ്മൾ ഈ ഇമിഗ്രേഷന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ വന്ന സമയത്തുള്ള സിറ്റുവേഷനുമായിട്ട് നിയമപരമായിട്ട് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഫാമിലി റിസർവേഷൻ, family immigration, all the people who were coming on family visas, those processes are still going on the same. Donald Trump mentioned about stopping the chain migration, the brother sister migration, but it hasn't happened. It is still going on. And as far as the H1 visas are concerned, it was always sometimes it was taking a lot more time for getting the approvals. Sometimes it was not. So it is nothing special that has happened at this point. Of course, the fees has gone up. So the promise earlier was, you bring your talent to America, and that's all was the main thing. That has changed because now they are charging a lot of fees. That is not under Trump. It has happened way before that. Starting from like 2007 or 2008, the fees started going up because they wanted to now substitute all the expenses related to H1 visa processing with the fees. It was not the message when I was doing my immigration was going on. So I don't see a real change in the laws as far as the fees or as far as the availability of the visas. The only thing that you see is the messaging, and of course the messaging that has changed because the country have a lot of immigrants who come and stay in their own pockets and they don't assimilate, which is a major problem. Any country, as you know, if people come, they have to become American, and that is not happening. If you look in Somalia and all that, I was actually watching Ilhan Omar's, Rashida Tlaib's victory ceremony in Detroit, and the entire, the celebration looked like a Palestinian celebration. There was not even an American flag, not even one. I was watching. You can actually go into YouTube and see this. So assimilation has to happen. It doesn't matter where we come from, but we have to become American. If you don't do that, then we are in trouble as a nation. So people have to look at it. So that's what the messaging area, that's what is going on. But laws has not really changed. Thank you, Vincent.
അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. പ്രത്യേകിച്ച് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി കോർപ്പറേറ്റ്സിനെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ കോർപ്പറേറ്റ്സിന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഹൈലി സ്കിൽഡ് എമിഗ്രൻസ് ആണ്. എസ്പെഷ്യലി ബ്ലൂ ചിപ്പ് കമ്പനീസ് ലൈക്ക് ആപ്പിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ ഹെവിലി ഇതുപോലുള്ള ഹൈലി സ്കിൽഡ് എമിഗ്രൻസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും അവർക്ക് വേണം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമ്പോൾ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് USCIS നല്ല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ഈവൻ ഇൻ പ്രിവെയിലിംഗ് വേജസ് ഏരിയയിലായാലും, പിന്നെ പ്രീമിയം പ്രോസസിംഗിൽ പോലും 45 ദിവസം വെച്ച് ഡിലേ ഉള്ള രീതിയിൽ, പിന്നെ അങ്ങനെ നല്ല രീതിയിൽ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹൗ ഡൊണാൾഡ് ട്രംപ് modified the entire policy. What I'm talking about is the minute things that is happening in the immigration side. So, if I talk about the prevailing wages is actually stopping exploitation. Lot of these H1 companies, I mean, I was an H1 company myself, and I know what many of my friend companies were doing. They had a lot of, what do you call, exploitation that was going on. People were, brought and they were paid much lower salary. I am hearing just now from one of my friend. He's a Republican-minded person, H1. The guy is charging him back. I mean, see, he's being paid just a reasonable salary, only $60,000 a year, and half of that the employer is taking. So a lot of these irregularities are going on. We made it such a corrupt field. So somebody has to look into it. So prevailing wages became an important issue because the employees are not paid the prevailing wages that they certify that they are going to pay. And then who is going to look into it? So I'm not a fan of the H1 machinery, what we have here, the H1 system. If I were to do this from all over again, I will do it in a different way. But from whatever we have, we should make sure that there is no fraud. There is no exploitation of the employees. Yeah, thank you. If I may respond 1 second. Yeah, please. Give me one. As of my knowledge, I don't know if Vincent അറിയാവുന്ന അറിയാൻ പാടില്ല. Right now, immigration policy അനുസരിച്ച് suspension of H1B visas for high-skilled workers in നിലവിലുണ്ട് ഇപ്പോൾ. So I don't know if anybody is aware of that. Right now, there is no existing H1B visas. They have suspended all visa applications. That is because of the COVID. That is a very temporary situation due to COVID. No. Right now, it is temporarily blocked by the current administration, and there is no further either. No applications. Even before COVID, also they had stopped it. So, that's not true. pandemic. Okay. Look at processing started at the beginning of COVID, and the reason is because we know a lot of H1 employees have no job and they are in a difficult situation. Look at the suspension order, look at the dates when it was declared, and then we can clarify that. Anyway, I just wanted to bring it to people's attention. Thank you, Sergeant, for chipping in. Yes. എന്റെ ചോദ്യം മിൻസിനോടുള്ളതെന്ന് പറയുന്നത്, ഈ കോർപ്പറേറ്റ്സിനെ പിണക്കിക്കൊണ്ട് കോർപ്പറേറ്റ്സിന്റെ ഒരു ഡൊണാൾഡ് ട്രംപിനെ ഏത് രീതിയിലായിരിക്കും ഇപ്പൊ ഇലക്ഷൻ അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്നത്? ഇതുപോലെ പല കാരണങ്ങൾ. When we talk about corporates, see, why we have the H1 rule to begin with? The H1 is there because we don't have enough engineers in America, right? You have to train our own people, our own kids to become good engineers. Science technology has to be a major focus, and that is where the government schools, the public schools, they are failing miserably, and that's one of the reasons why I ran for school board last time. Even the highly accomplished schools that we have, they are cutting down on the merit there. Asian American kids are being discriminated. Right now, when my son worked for Amazon or Google, what I see is a lot of H1 people and a lot of immigrant kids who are mostly Asian kids working together with them. So we have to train our own kids, and that is not happening. And when Asian Americans are doing that, the Democrat administrations everywhere, they are going after Asians. In New York, Washington DC, everywhere. They don't want Asians to excel. The Democrat administration, and that's one of the reasons why I became a Republican. Thank you. That's one of the reasons why I became a Republican. അവിടെയാണ് ജയന് ഇൻപുട്ട് തരാനുള്ളത്. പക്ഷെ ജയനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ സാജൻ ഫ്രാൻസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഡെമോക്രാറ്റ് പാർട്ടി പൊതുവെ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നു. കഴിഞ്ഞ ഒബാമ അഡ്മിനിസ്ട്രേഷനിൽ, പ്രത്യേകിച്ച് ജോ ബൈഡൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒബാമ അഡ്മിനിസ്ട്രേഷനിൽ ഇമിഗ്രേഷൻ സൈഡിൽ, പ്രത്യേകിച്ച് ഔട്ട്സോഴ്സിംഗ് ഭാഗത്തും ഇതുപോലുള്ള H1B ഭാഗത്തും പുള്ളിയുടെ മെയിൻ ഫോക്കസ് ആയിരുന്ന ഒരു ഏരിയ ആയിരുന്നു.
അത് കൂടാതെ തന്നെ എന്നെ സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതുപോലെ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒബാമയുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് 300 മില്യൺ ഇമിഗ്രൻസിനെയാണ് ഡീപ്പോർട്ട് ചെയ്തത്. അത് ബുഷിന്റെ അഡ്മിനിസ്ട്രേഷനിൽ പോലും അത്രയില്ല. പിന്നെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ അത്രയും വരുന്നില്ല. കാര്യം പുള്ളിയുടെ 2 ടേമിനെ പറ്റി നമ്മളവിടെ 2 ടേം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 ടേം വെച്ച് ബുഷ് അഡ്മിനിസ്ട്രേഷൻ ആയാലും ഒബാമയുടെ അഡ്മിനിസ്ട്രേഷൻ ആയാലും he deported 300 million people from United States. So എന്താണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇമിഗ്രേഷനിൽ ഇല്ലീഗൽ ഇമിഗ്രേഷന് നമ്മൾ അത്രയും മുൻതൂക്കം കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആദ്യത്തെ ഒരു സത്യാവസ്ഥ. കാരണം നമ്മളിപ്പോ 2 അഡ്മിനിസ്ട്രേഷനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം technically it's taxpayers' money that is going. So there are certain policies within this current administration also I would like to follow. But immigration laws have to be reformed. അപ്പം ഇപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പൊ നിലവില് നിവൃത്തിയില്ലാത്തവർ if they are here on an illegal basis, those were the people who were being deported. പിന്നെ ഈ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ കറണ്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ഡിവിഷൻ ഓഫ് ഫാമിലീസ് ആൻഡ് സ്റ്റഫ് അത്രയും വരെ കഠിനമായിട്ടുള്ള ഒരു ഇത് നമ്മൾ ചെയ്തിട്ടില്ല. ഒരു മയപരമായിട്ടുള്ള രീതിയിൽ ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഡിഡ്. ഐ അഗ്രി വിത്ത് യു. നോട്ട് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഇമിഗ്രേഷൻ സിസ്റ്റം. ഇൻവാലിഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ പോളിസീസ് നമ്മളത് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്തു എന്നുള്ളതല്ല. അല്ലാതെ ദർ വാസ് നത്തിങ് ദാറ്റ് ഇസ് അഗെയിൻസ്റ്റ്. സി ഐ വിൽ ടെൽ യു, ഡെമോക്രാറ്റിക് പാർട്ടി ഈസ് നോട്ട് ഒരു മയത്തിലാണ് ചെയ്യാറുള്ളത്. മറ്റേതാകുമ്പോഴത്തേക്കും ഒരു കട്ടൻഡ്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചിട്ട് ദർ ഇസ് നോ ഗ്രേ ഏരിയാസ് ആസ് ഫാർ ആസ് ഹ്യൂമൻ ബീയിങ്സ് ആർ കൺസേൺഡ്. പറഞ്ഞു മനസ്സിലാ? അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് വി ആർ ട്രൈങ് ടു ഇമ്പോർട്ട് ഗുഡ് ടാലൻസ് ഹിയർ, ഹൈലി സ്കിൽഡ്. ഇപ്പൊ ഇവിടുത്തെ പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്ത്, അതിന്റെ ആ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ്സെൽഫ് ഇസ് ബാഡ്. വൈ ആർ അവർ ചിൽഡ്രൻ കമ്മിങ് ഫ്രം ഇന്ത്യ? നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇവിടുത്തെ കുട്ടികളെക്കാട്ടിലും കൂടുതലുള്ള വിവരങ്ങൾ എന്തുകൊണ്ടാണ്? കാരണം ഇവിടുത്തെ 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അത്രയും നോളജ് പോലും ഇല്ല. ദാറ്റ് ഈസ് ദ ബേസിക്. യു ആൻഡ് ഐ നോ, ഐ കെയിം ഹിയർ ഫോർ എഡ്യൂക്കേഷൻ മൈസെൽഫ്. അപ്പൊ നമ്മൾ ഇത്രയും കമ്പയർ ചെയ്ത് നോക്കുമ്പം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ വന്നു, പിന്നെ ബാക്കി ആരും വരാൻ പാടില്ല എന്ന് പറയുന്ന കട്ടൻഡറായിട്ട് നമ്മൾ തന്നെ ഒരു ഇമിഗ്രന്റ് ആകുമ്പം അത് പറയാൻ പാടില്ല. സോ ഓൺ എ ഹ്യൂമാനിറ്റേറിയൻ ബേസിസ് നമ്മൾ നോക്കണ ലിവ് ആൻഡ് ലെറ്റ് ലിവ് മെന്റാലിറ്റി വേണം. അല്ലാതെ നമ്മളിപ്പം ഇവിടുത്തെ ആൾക്കാർ പറയുന്നവരെ ഇപ്പം സം പീപ്പിൾ ദേ സേ ദേ ഓൺ ദ പ്ലേസ് ആൻഡ് റെസ്റ്റ് ഓഫ് ദി ഇമിഗ്രൻസ് ലീവ് എന്ന് പറയുന്നത് ആ ഒരു മെന്റാലിറ്റി പാടില്ല. So Vishak, I have something to say about that Obama time policies. If you look at the cage, let's not bash. Putting kids in cage was an Obama policy. It was not a Trump policy. And Obama, just like Vishak, ടാക്സിന്റെ കാര്യം പുട്ടിങ് കേജ് എന്ന് പറഞ്ഞത് പ്രാബല്യത്തിലേക്ക് ആക്കിയത് ട്രംപ് ആണ്. ഏറ്റവും പ്രാകൃതമായിട്ട് ഫാമിലികളെ ഒബാമ. ഒബാമയുടെ ലോ അനുസരിച്ചാണല്ലോ ഇപ്പൊ ടാക്സേഷൻ ലോ വന്നപ്പോഴും 750 രൂപയുടെ ടാക്സ് തന്നെ കൊടുത്തത്. സോ ഹീസ് ട്രൈങ് ടു സി ലോനെ there are loopholes in laws were written years ago. What Vishak said is correct. Obama deported the maximum number of people from this country. ചെയ്തില്ലാന്ന് പറയുന്നില്ലല്ലോ, ധിക്കരിക്കുന്നില്ല. ഞാനത് വിർച്വൽ സിഗ്നലിംഗ് ചെയ്യുവല്ല, ഒബാമ ചെയ്തതിനെ തെറ്റ് പറയുവല്ല. പക്ഷെ ട്രംപ് അതിനേക്കാളും ക്രൂരനാണെന്ന് പറയുമ്പോൾ we have to intervene. Isn't that what your administration wants? No. ട്രംപ് അതിനേക്കാളും ക്രൂരനാണെന്ന് we have to intervene. I have a follow up question for Sajan. അപ്പൊ സാജൻ ഇപ്പൊ പറഞ്ഞു ഫാമിലി സെപ്പറേഷൻ ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കൺസേൺഡ് ആയിട്ടൊരു സംഭവം അവിടെയാണ് ഡെമോക്രാറ്റ്. തീർച്ചയായിട്ടും. അപ്പം സാജൻ അറിയാം, even I contacted you for reaching out to a Illinois congressman നമ്മുടെ ഒരു ഇമിഗ്രേഷൻ പരിപാടിക്ക്. So you know that very well. അതായത് ഇപ്പം ലീഗൽ ഇമിഗ്രേഷന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടുവാനായിട്ട് even they have to wait for 100 years. To be frank, they have to wait for 100 years. ഒരു റിപ്പബ്ലിക്കൻ സെനറ്റർ ആണ് അത് കൺട്രി കോട്ട എടുത്ത് കളഞ്ഞിട്ട് S386 എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവന്ന് അത് ദാറ്റ് സ്പീഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രി എന്നുള്ള ഡെപ്യൂട്ടേഷൻ ഇക്വാലിറ്റി മീൻസ് ഇറ്റ് ഷുഡ് ബി ഇൻ എവറിവെയർ, റൈറ്റ്? Not just in just speeches. Equality means equality and fairness should be for everybody. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പം ഇല്ലിനോയിലെ സെനറ്റർ ഡിക് ഡർബിൻ ആ ബില്ല് 1 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെച്ച് ഇപ്പൊ അതിന്റെ ഒരു എക്സ്പയർ ആവുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെയുള്ള അവിടെ ഫാമിലി സെപ്പറേഷൻ ആണ് വരുന്നത്. കാര്യം ഇപ്പം ലീഗൽ എമിഗ്രൻസിന്റെ കിഡ്സിന് 21 വയസ്സ് കഴിഞ്ഞാൽ they are forced to leave the country. So that is also a family separation.
അപ്പം അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇമിഗ്രൻസ് പോലെ തന്നെ ഡോക്യുമെന്റഡ് ഇമിഗ്രൻസ് ഡാക്ക വിഷയം ഫേസ് ചെയ്യുന്നുണ്ട്. സോ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എന്താണെന്നുള്ളത് ജയനില് ഞാൻ കിടക്കുകയാണ്. ജയൻ ഇപ്പം വിൻസൻ പറഞ്ഞതും സാജൻ പറഞ്ഞതും ഒരേ കാര്യം തന്നെയാണ്. ദേ ഹാവ് ടു ഫിക്സ് ദ സിസ്റ്റം. അപ്പം ഈ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ആണ് മാറിയും തിരിച്ചും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോർ സെഞ്ചുറീസ് ഐ വുഡ് സേ. അപ്പം ഇത്രയും സെഞ്ചുറീസുമായിട്ടും ഈ ഒരു സിസ്റ്റം രണ്ടുപേർക്കും ഫിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? താങ്ക് യു വിശാഖ്. സാജനും വിൻസനും പറയുന്നത് ശ്രദ്ധിച്ചു. ഇതില് നമ്മൾ ഇപ്പോൾ ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രത്യേകിച്ച് മലയാളി ഇമിഗ്രൻസിന്റെ ഒക്കെ ലീഡേഴ്സായ രണ്ട് വ്യക്തികൾ ഞങ്ങൾ കേട്ടത്. പക്ഷെ ഇത് കേവലമായ ഈ H1 വിസയുടെയോ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കാലിറ്റിക്ക് അപ്പുറം ഇത് ഈ ഇലക്ഷൻ വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്ക് മാത്രമാണ് കേക്കത്തല്ല ശരിക്കും. ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹിസ്റ്റോറിക്കലി എടുക്കേണ്ടിയിരിക്കുന്നു. I think you are not audible and a lot of grains coming over. Okay, ജയനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ജയന് വേണ്ടി ഉള്ളത് തന്നെയാണ്. അപ്പം ഓക്കെ, എനിവേ യു കണ്ടിന്യൂ. അപ്പം യു ആർ ഓൺ മ്യൂട്ട് ഐ ബിലീവ്. കേൾക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കാമോ? ഓക്കെ, വിൽസണും സാജനും പറഞ്ഞ ഒരു കാര്യത്തിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ട്രംപ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സോ കോൾഡ് നിയോ കൊളോണിയൽ സ്ലേവ് സിസ്റ്റത്തിന്റെ ഒരു ബെനിഫിഷ്യറി തന്നെയാണ് ആസ് എ കോർപ്പറേറ്റ് ലീഡർ, ആസ് ബീയിങ്. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നതും പാർട്ടി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നതും തീർത്തും അമേരിക്കയിലെ സാധാരണ ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തി നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു നിയോ ലിബറൽ മാഫിയാണ് DNC, ഡെമോക്രാറ്റിക് പാർട്ടി എസ്റ്റാബ്ലിഷ്മെന്റിനെ നിയന്ത്രിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം റിപ്പബ്ലിക്കൻസ് അതർ ഹാൻഡ് ഓൾസോ അതർ സൈഡ് ഓഫ് ദ കോയിൻ ആണ്. ഈ ഒരു ശരിക്കും വീണ്ടും അങ്ങനെ ആവുകയാണ്. തുടങ്ങുമ്പോ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് ജയൻ ഒന്ന് നോക്കുക, ടെക്നിക്കൽ സൈഡ് ഒന്ന് നോക്കുക. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ സാജനോടും വിൻസനോടും ചോദിക്കാൻ പോവാം. വിൻസൺ, ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ മാസ്ക് ധരിക്കരുതെന്നും ഡിറ്റർജന്റ് കുടിക്കണമെന്നും ഒക്കെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വളരെ പരോക്ഷമായിട്ട് പബ്ലിക് സ്പേസിൽ സംസാരിക്കുന്നു. അപ്പം താങ്കൾക്ക് തന്നെ അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബാക്കി രാജ്യങ്ങൾ പോലും മാതൃകയാക്കുന്ന ഒരു മേഖലയാണ്, ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏത് രീതിയിലാണ് വിൻസൺ അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത് എന്ന് പറയാൻ സാധിക്കും? Okay, I can tell you, both sides of the thing. When you talk about American president being the role model for the entire world and all that, our talk in the kalam കഴിഞ്ഞു, because we have seen a lot of leaders, especially people like Obama, whom I voted for twice. I voted for him twice. Okay, I'm not a born again Republican or anything. I was a Democrat voting person. So ഈ nice talk കൊണ്ട് ലോകമോ അമേരിക്കയുടെ ഇൻട്രസ്റ്റോ മുമ്പോട്ട് പോകുന്നതാണ് അമേരിക്കൻ ജനതയ്ക്ക് മനസ്സിലായപ്പോഴാണ് അവർ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ട്രംപിനെ ആൾക്കാരെ ഇലക്ഷൻ ജയിപ്പിച്ചതോ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതോ, ട്രംപ് വലിയ ബുക്ക് എഴുതാൻ പോകുന്നുണ്ടോ, ട്രംപ് കൊച്ചു പിള്ളേർക്ക് റോൾ മോഡലായിട്ട് സംസാരിക്കാൻ പോകുന്നതുകൊണ്ടോ അല്ല. We want a person who will solve the problems. ഈ ബുഷും ഈ ഒബാമയും എല്ലാം കൂടി they got us into so much problems, so many wars,
so many unnecessary things that's going on, where America is losing its own money and its own prestige. So it's everything. We are becoming a very weaker country. അത് സോൾവ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ്മാൻ ലീഡറിനെ അമേരിക്കൻ ജനത വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പോ ഈ അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴും ഒരു റോൾ മോഡൽ, നല്ലൊരു പ്രസംഗമൊക്കെ പറയുന്ന നല്ലൊരു സുഖമനും കുട്ടപ്പനുമായിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ദാറ്റ്സ് ഓവർ. ദാറ്റ്സ് വൈ അമേരിക്കൻസ് വോട്ടഡ് ഫോർ ട്രംപ്. അപ്പൊ ആ ഒരു ആർഗ്യുമെന്റ് ഇനി വർക്ക്ഔട്ട് ചെയ്യില്ല. ഇനി ട്രംപ് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ട്രംപ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ലൈസോൾ കുടിക്കുന്നത്. ട്രംപ് ഓൾവേസ് ഇസ് എ വെരി സ്പോണ്ടേനിയസ് ഗായ്. സോ പുള്ളി ഏത് വേദിയിൽ നിന്നാലും ഏത് കോൺഫറൻസിലാണെങ്കിലും ഹി ടോക്സ് ലൈക്ക് എ റെഗുലർ പേഴ്സൺ. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ കൂടി പോയൊരു ചിന്ത, ഈ ലങ്സിന്റെ ഉള്ളിലും ഈ ശരീരത്തിൽ ബ്ലഡിന്റെ ഉള്ളിലും ഒക്കെ കയറിയിരിക്കുന്ന ഈ ഒരു വൈറസിനെ എങ്ങനെ നമുക്ക് ഇതിനൊന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് വീട്ടില് സ്റ്റീം ഇൻഹലേഷനും മഞ്ഞൾപ്പൊടിയിട്ടുള്ള ഇൻഹലേഷനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ആ ഡോക്ടർമാർ പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കാരണവന്മാർ Let me finish. So what he was trying to think was, he was exploring within his own mind, can we have any type of a thing into our system so that we can kill these germs. So പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. Exactly what he said with exact sentences. He never said for people to go drink Lysol. He never said to go inject stuff with your body with chemicals. He never said that. He was just talking in a half jovial way, and then the media takes it up. American media is after him, and he's having fun with this anyway. So this is not correct. I mean, what we are doing is not correct. That person didn't say that. Coming back to respond to coming back to the coronavirus and the response ansariche Trump actually opposes. It is on the record that he is actually opposed to the national requirement of mask wearing. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അത് it is he does not mandate to fight the pandemic. So he is regularly appeared in public without wearing mask. We all have seen it. ഇതിപ്പോ മീഡിയ അതിന്റെ പുറകെ നടക്കുന്നില്ല. Reluctancy, national mandate against mask എന്ന് പറഞ്ഞാൽ that is a draconian thing that you are suggesting. America is a federal country. You cannot declare the entire country mask free. If I may finish. Okay, if I may finish. No, but that question was towards me, and you interrupted from what I can see. Allah, so okay, let me conclude with this. അപ്പം വിൻസൻ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു റോൾ, സത്യം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ജസ്റ്റേഴ്സും ബിഹേവിയർ എന്നൊക്കെ പറയുമ്പം അമേരിക്കയെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പം ഒബാമ പോലൊരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു ഈ ഒരു സാഹചര്യത്തിലെങ്കിൽ വിൻസൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഏത് രീതിയിൽ ഈ ഒരു കൊറോണ അദ്ദേഹം മാനേജ് ചെയ്യുമായിരുന്നു? ഒബാമ ഇതിനു മുമ്പ് വൈറസുകൾ മാനേജ് ചെയ്തിട്ടുണ്ടല്ലോ. വളരെ മിസറബിൾ ഫെയിലിയർ എന്ന് ഒബാമയുടെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്ത എക്സ്പെർട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഒബാമ നന്നായിട്ട് പ്രസംഗം പറയും. സോ ട്രംപ് ഈസ് നോട്ട് എ സ്പീക്കർ. ഓക്കെ, ട്രംപ് ഈസ് എ ഡൂവർ. വി ഹയർഡ് ഹിം ടു ഡു തിങ്സ്. സോ അതുമാത്രമല്ല, ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ സംസാരിക്കണം, ഇന്ത്യയുടെ പ്രസിഡന്റ് എങ്ങനെ സംസാരിക്കണം, അതൊന്നും ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഈ അമേരിക്കയുടെ പ്രസിഡന്റ് റെഗുലർ പേഴ്സൺ ആയിട്ട് സംസാരിക്കുന്നതാണ് നമ്മളെല്ലാം റിയൽ ആക്കുന്നത്. ഇവിടെ ഒത്തിരി പ്രിറ്റൻഷ്യസ് ആയിട്ട് നമ്മളിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. We can be ourselves. We can be who you are. And that's what America is all about. But still, വിൻസൺ, വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസസ് ഇപ്പം അമേരിക്കയിലാണ്. അത് ഇന്ത്യ സെക്കൻഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അമേരിക്ക എന്നുള്ളത് ഇപ്പോഴും നമ്പർ 1 നിൽക്കുകയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. No, that is absolutely. അമേരിക്കയുടെ തേർഡ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ ആണ്. ഡെഫിനറ്റ്ലി ചൈനയിലും ഇന്ത്യയിലും കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് നടക്കുന്നില്ല. വി നോ ദാറ്റ്. ചൈന എങ്ങനെയാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. അങ്ങനെയാണല്ലോ കോവിഡ് ഇവിടെ എത്തിയത്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും അതിന്റെ ആ ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസം, ഇപ്പൊ അമേരിക്കയിലെ സിസ്റ്റം അനുസരിച്ച് ഈ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കോവിഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് CDC പറഞ്ഞിട്ടുള്ളത്. സോ there are definitely hospitals are benefiting by having more COVID cases reported. So that is also contributing to more numbers. Thank you, വിൻസൻ. ഞാൻ ആ ഹോസ്പിറ്റലിലെ കേസിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് സാജനോട് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിന്റെ ഒരു മറുപടി ഞാൻ പറയട്ടെ. നമ്മളിപ്പം റിപ്പോർട്ടിംഗ് ഓഫ് കേസസ് തന്നെ നമ്മൾ ഇത് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഹാപ്പൻസ് ഇൻ എവറി സ്റ്റേറ്റ്, നോട്ട് ജസ്റ്റ് ദ കൺട്രി. ഇപ്പൊ ഇവിടെ തന്നെ ഫ്ലോറിഡയിൽ തന്നെ ഇപ്പൊ there are unreported cases. അപ്പൊ അതിനകത്ത് നമ്മളിപ്പം ദാറ്റ് ഇസ് നോട്ട് an excuse for somebody not to take care of the people. അതിന്റെ ബേസിക് No, Sajay, I was just telling the numbers in America are high because the reporting is higher. That's all I said. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഡെത്ത് പോലും ജസ്റ്റിഫയബിൾ അല്ല. അപ്പം സാജൻ, എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്ക എന്ന് പറയുന്നത് ഈവൻ ഇറ്റ്സ്
ഇറ്റ്സ് എ സക്സസ്ഫുൾ പ്രൂവൺ കൺട്രി ആണ്, ഒരു ക്യാപിറ്റലിസ്റ്റ് നേഷൻ ആണ്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണ് അമേരിക്ക ഇപ്പൊ വേൾഡ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ സോഷ്യലിസം എന്നുള്ള സംഭവം യൂറോപ്യൻ രാജ്യങ്ങളിൽ ട്രൈ ചെയ്ത് ഫെയിലിയർ ആയ ഒരു സംഭവം. ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയില് ലിബറലൈസേഷൻ ജെല്ലാവത്തില്ല എന്ന് ഓൾറെഡി പ്രൂവൺ ആണ് യൂറോപ്യൻ കൺട്രീസ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒബാമ കെയർ പോലെയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് മിഡിൽ ക്ലാസ് ആൾക്കാരെ ഓവറായിട്ട് ബേർഡൻ ചെയ്ത ഒരു സാഹചര്യമാണ് ഒബാമ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ ഉണ്ടായിരുന്നത്. എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? ഒബാമ കെയർ ടു ആദ്യമേ തന്നെ നമ്മൾ പറയുമ്പോൾ ഒബാമ കെയർ എല്ലാ സ്റ്റേറ്റിലും അതനുസരിച്ച് മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലേ ഇത് വിജയിക്കുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഇതിപ്പോ എല്ലാ സ്റ്റേറ്റിലും ചെയ്യാത്തത് കൊണ്ട് സോ ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനി ഇതിനകത്ത് ഇത് ഒരു കോമ്പറ്റീഷൻ മറ്റേ ഇത് വരണമെന്നുണ്ടെങ്കിൽ ടു ബി സോൾവെന്റ് ആ പർട്ടിക്കുലർ ലോ പാസ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് എവ്രിബഡി സൈൻസ് അപ്പ് ഫോർ ഇറ്റ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഫെഡറൽ ഫണ്ടിങ് വരെ സ്റ്റേറ്റിന് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഫോർ ഇൻസ്റ്റൻസ് ഫ്ലോറിഡ മറ്റേ ആൾക്കാർക്ക് മറ്റേ ഹെൽത്ത് കെയറിന്റെ ഈ പൈസ ഫെഡറൽ ഫണ്ടിങ് ടാക്സ് പേയേഴ്സ് മണിയാണ്. ഇൻഡിവിജ്വൽ ഗവർണേഴ്സ് ഓപ്പോസിഷൻ ആയതുകൊണ്ട് അവരത് റിസീവ് ചെയ്യുന്നില്ല. അത് മനഃപൂർവ്വം ഇവരത് വേണ്ട. ഇപ്പോഴത്തെ കറണ്ട് അഡ്മിനിസ്ട്രേഷൻ ടോട്ടലി അഗേൻസ്റ്റ് അഫോർഡബിൾ കെയർ ആക്ട് വിച്ച് ഇസ് ദ ഒബാമ കെയർ. ഈ ഒബാമ കെയർ അഫക്ട് ചെയ്യുന്നത് ഫോർ മില്യൺസ് ഓഫ് പീപ്പിൾ. അത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഈ ജനങ്ങളൊക്കെ സാധാരണ മനുഷ്യർ എന്ത് ചെയ്യും? നമ്മളെപ്പോലെ ഉള്ളവർക്ക് വി ക്യാൻ അഫോർഡ് റിഗാർഡ്ലെസ് ഓഫ് ACA ഓർ എനി അതർ തിങ്. ഇപ്പൊ സാധാരണ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അതാണ് നമ്മൾ ചിന്തിക്കാത്തത്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. So technically what I'm saying is the failure of any XYZ, ഇപ്പം ഡെമോക്രാറ്റ് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പബ്ലിക്കൻസ്, പക്ഷെ there has to be a reform on every aspect of every policy. ഇമിഗ്രേഷൻ ആയാലും ഹെൽത്ത് കെയർ ആയാലും എഡ്യൂക്കേഷൻ ആയാലും എല്ലാത്തിനും ഇത് വേണ്ടാന്ന് പറയരുത്. അതിന് വേണ്ടാന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ള യു ഹാവ് ടു ഷോ സം സോർട്ട് ഓഫ് അതിനൊരു പോംവഴി പറഞ്ഞു തരണം. ഇപ്പൊ ആള് വരാൻ പാടില്ല. ടാലൻസിനെ തിരുത്താനായിട്ട് നമ്മൾ എന്ത് കാണിക്കുന്നു? അല്ല പിള്ളേരെ അവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കട്ടൻഡറായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് വർക്ക് ഔട്ട് ദാറ്റ് വേ. താങ്ക് യു സാജൻ. ജയനിലേക്ക് പോകുന്ന മുമ്പായിട്ട് എനിക്ക് വിൻസൻ ഒരു മിനിറ്റ് ഇതിനെപ്പറ്റി എന്താണ് മറുപടി പറയാനുള്ളത്? സ്റ്റേറ്റ്സ് ട്രൈ ചെയ്ത സ്റ്റേറ്റ്സ് എല്ലാം ഇതിന്റെ എക്സ്പെൻസ് കൂടിയത് കൊണ്ട് ഇൻഷുറൻസ് എക്സ്ചേഞ്ചസിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികൾ മാറിയത് കൊണ്ടാണ് ഇത് ഫെയിലിയർ ആയത്. സോ സാജൻ പറഞ്ഞു ഇത് പാവപ്പെട്ടവർക്ക് വേണമെന്ന് പറഞ്ഞു. എന്താ ശരിക്കും സംഭവിച്ചത്? ഇതുകൊണ്ടാണ് ഈ ഫിലോസഫി ഇമ്പോർട്ടന്റ് ആവുന്നത്. ഈ ഒബാമ കെയർ ഒക്കെ വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒബാമയുടെ ഫാൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഫിലോസഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത്. സോ വാട്ട് ഇറ്റ് റിയലി ഹാപ്പൻ, what he was trying to do is to take money from the rich and give it to the poor. That was why not? What is wrong with that? What is wrong with that? Let me finish, Sajan. When you were talking, I didn't interrupt, right? Let me finish. No, that doesn't mean. പക്ഷേ അതിനകത്ത് അത് പറയുമ്പോഴത്തേക്കും പറയുമ്പോഴത്തേക്കും taking from the rich എന്ന് പറയുമ്പോഴത്തേക്കും the basic thing is the fabric of America. When he started taking from the rich, he considered even middle class people as rich. So what happened is ordinary people like us, you said, okay, we were paying our premiums and we were having decent insurance. But when our premiums went up, it became not affordable to even ordinary people. Premium went up for everybody in a very significant way. So what is happening is there is not enough money on the rich side to take. So you're starting to take it from middle class. So the middle class also becomes poor. This is how communism makes everybody poor. That is why you have to understand that. Thank you. How do you know it is communism? See, there aren't many people who make $400,000 and above. Whenever you talk about collective responsibility, that is basically communism. Next question for Jayan. അപ്പം ഇത് സെയിം സംഭവം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. കാനഡയിലാണെങ്കിലും യൂറോപ്പിലെ പല കൺട്രീസിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഈ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ സിസ്റ്റം വളരെ സിമ്പിൾ ആണ്, അഫോർഡബിൾ ആണ്. എല്ലാ എസ്പെഷ്യലി സിറ്റിസൺസിനാണെങ്കിലും എല്ലാ രീതിയിലും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷെ അമേരിക്കയിൽ ഇത്രയും നമ്പർ 1 എന്ന് പറയുന്ന അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലക്സ്? ഇപ്പൊ തന്നെ സാജനും വിൻസനും സംസാരിച്ചിട്ട് തന്നെ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദേ ആർ ആർഗ്യൂയിങ് ഈച്ച് അതർ ബേസിക്കലി ലൈക്ക് അവരുടെ സിസ്റ്റമാണ് നല്ലതെന്ന് പറയുന്നു. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവരുടെ ലീഡേഴ്സ് ഇത് ഫിക്സ് ചെയ്യാൻ നോക്കാത്തത്? നൂറ്റാണ്ടായിട്ട് ഭരിക്കുന്നതാണല്ലോ റിപ്പബ്ലിക്കൻസ് ഡെമോക്രാറ്റ്സ്. എന്തുകൊണ്ടാണ് ഈ മെഡിക്കെയർ സിസ്റ്റം അവർ ഫിക്സ് ചെയ്യാത്തത് ഇത്രയും കാലമായിട്ട്? ഈ ഇപ്പോൾ കേൾക്കാവുന്ന
തോന്നുന്നു. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. ഇവിടെ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് ഫണ്ടമെന്റലി ഒരു വലിയ കാര്യമെന്ന് വെച്ചാൽ രണ്ടുപേരും പറയുന്നത് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത കല്ല് വെച്ച നുണയാണ്. ഒബാമ കെയർ സോഷ്യലിസ്റ്റ് കെയർ ഒന്നുമല്ല. ആക്ച്വലി ഒബാമ എന്ന് പറയുന്ന വ്യക്തിയാണ് കോർപ്പറേറ്റുകളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ആ തരത്തിൽ ഈ ഒബാമ കെയറിന്റെ കൃത്യമായി നോക്കിയാൽ ഈ ഓരോ അമേരിക്കൻ സിറ്റിസണെയും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിർബന്ധിതരാക്കുന്ന അഫോർഡബിൾ കെയർ ആക്ട് ആക്ച്വലി ഈ ഇവിടുത്തെ ഇവര് സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ലേബർ മൂവ്മെന്റും അതോടൊപ്പം തന്നെ അമേരിക്കയിലെ പണിയെടുക്കുന്ന ആളുകൾ, വർക്കിംഗ് ക്ലാസ് ആളുകൾ മുന്നോട്ട് വെക്കുന്ന സിംഗിൾ പെയർ ഇൻഷുറൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സിംഗിൾ പെയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇപ്പോ യൂണിവേഴ്സൽ മെഡിക്കെയർ പോലെയാണ്. ഇപ്പോ പ്രസിഡന്റ് ട്രംപിന് കിട്ടുന്ന കെയർ, സെനറ്റ് മെമ്പേഴ്സിന് കിട്ടുന്ന കെയർ, അത് ഗവൺമെന്റ് ഇപ്പൊ എല്ലാവർക്കും മെഡിക്കെയർ. ഇത് ഈ നൂറുകണക്കിനുള്ള ഈ അനുബന്ധ കമ്പനികളും അതിനോട് ബന്ധപ്പെട്ടുള്ള ഔട്ട്സോഴ്സിംഗ് കമ്പനികളും അങ്ങനെ മൾട്ടി പേയേഴ്സ് ആണ്, മൾട്ടിപ്പിൾ കമ്പനീസ് ഇൻവോൾവ്ഡ് ആണ്. അപ്പോ ഏതാണ്ട് $1 സ്പെൻഡ് ചെയ്യുന്ന ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 30 സെന്റ് മാത്രമേ റിയൽ കെയറിൽ പോകുന്നുള്ളൂ. ഈ കോർപ്പറേറ്റുകളുടെ ബോണസുകളും അവരുടെ കട്ടുകളും അവരുടെ എക്സ്പെൻഡിച്ചറുകളുമായിട്ടാണ് ബാക്കി പൈസ പോകുന്നത്. ഇപ്പൊ നോക്കുക, അമേരിക്കയുടെ മൊത്തം ഈ വർഷത്തെ 3.6 ട്രില്യൺ ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ചെയ്തത് 2019. അമേരിക്ക ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് $13,000 ആണ്. എന്നാൽ കാനഡ $7,000. നോക്കൂ, യൂറോപ്യൻ രാജ്യങ്ങളിൽ കെയറിനെ കുറിച്ച് നമ്മളിപ്പോൾ പലരും ഇങ്ങനെ വളരെ പാസീവായിട്ട് സംസാരിച്ചു പോയി. ഇന്നും അമേരിക്ക ഇത്രയും കൂടുതൽ പൈസ പെർ ക്യാപിറ്റ സ്പെൻഡ് ചെയ്തിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുടെ ക്വാളിറ്റി ഓഫ് ആക്ച്വലി ഈ എല്ലാവരിലേക്കും ഹെൽത്ത് കെയർ എത്തിക്കാനുള്ള റീച്ചബിലിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഏതാണ്ട് 80% പോലുമുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇത് ഇടനിലക്കാരും മറ്റു കോർപ്പറേറ്റ് പിമ്പുകളും അടിച്ചു മാറ്റുന്ന പൈസ തന്നെയാണ്. ഇത് രണ്ട് കൂട്ടരും റിയലി പ്ലൂട്ടോക്രാറ്റുകളാണ്. ഇത് മറ്റത് നിയോ ലിബറൽ അജണ്ടയുടെ ഭാഗമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി ഈസ് എ നിയോ ലിബറൽ മാഫിയ. മറ്റവരെ സംബന്ധിച്ചിടത്തോളം റിയലി എ ബിഗഡ് ഗാങ്സ്റ്റേഴ്സ് ആണ് റിയലി. സോ ഈ ബോത്ത് പാർട്ടീസ് ആർ പ്രൊപ്പഗേറ്റിംഗ് ഷിയർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി പീപ്പിൾ, വർക്കിംഗ് പീപ്പിൾ. അതിനോടൊപ്പം തന്നെ ഇവർ സ്പിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, ട്രംപ് സ്പിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഷിയർ സീനോഫോബിയാണ്. നോക്കൂ, ഈ കഴിഞ്ഞ ഒരു 200 വർഷങ്ങളുടെ അമേരിക്കൻ സിവിൽ റൈറ്റ് മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ, ഈവൻ ഏഷ്യൻ എക്സ്ക്ലൂഷൻ ലീഗ് മുതൽ 1923 ഭഗത് സിംഗ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർഗ്യുമെന്റ് ഉണ്ട്. നമ്മൾ ഇന്ത്യൻ എമിഗ്രേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. നീണ്ട ലീഗൽ ചരിത്രവും നീണ്ട പോരാട്ടത്തിന്റെ ചരിത്രവും കൊണ്ടാണ് ഇന്ന് അമേരിക്കൻ ജനത അനുഭവിക്കുന്ന സാമൂഹ്യ അവകാശങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നത്. ഇപ്പൊ വിൽസൺ പാലത്തിങ്ങിനെ പോലുള്ള എന്നെ പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നതിന് കാരണം തീർച്ചയായിട്ടും 1965 സിവിൽ റൈറ്റ്സ് ആക്ട് ആണ്, ഇമിഗ്രേഷൻ റിഫോംസ് ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഇത് സാധ്യമാക്കിയത് ഇവിടുത്തെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. ഈവൻ തോമസ് പെയിന്റെ കാലം മുതലേയുള്ള ഫോഴ്സസ്. ഈവൻ ഏറ്റവും ഈ അമേരിക്ക എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഈ ടോക്വിൽ എന്ന് പറയുന്ന ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഫിലോസഫർ പറയുന്ന സോ കോൾഡ് ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസിന്റെ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, ആ എക്സ്പെരിമെന്റിന്റെ ഇനപ്ഷൻ മുതല് അമേരിക്കയിലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ആളുകൾ നിരന്തരമായിട്ടുള്ള ഈ അമേരിക്ക എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവ് എലീറ്റ് ഓർഗനൈസേഷൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഒരു ഇൻക്ലൂസീവ് മൂവ്മെന്റ് എന്നും അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ആ അമേരിക്കയിലെ ഇൻക്ലൂസീവ് മൂവ്മെന്റിന്റെ ബെനിഫിഷ്യറീസ് ആണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു അമേരിക്ക എന്ന് പറയുന്നപ്പോ വിൽസൺ ആദ്യം പറഞ്ഞത് ഇവിടുത്തെ ആളുകൾ ഇമിഗ്രൻസ് ആരും ഇന്റിഗ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല, അസിമിലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എന്തിലേക്ക്? വാട്ട് ഈസ് അമേരിക്കൻ? ഈ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് തൊട്ട് മുമ്പ് ഒരു അമേരിക്കൻ എന്ന് പറഞ്ഞാൽ നേറ്റീവ് അമേരിക്കൻ ആയിരുന്നു. അപ്പൊ ഇതിന്റെ
പ്രശ്നം ഈ കാതലായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് കക്ഷികളും എന്ന് പറയുന്നത് അവര് നിലനിൽക്കുന്നതും അവര് ഈ കോർപ്പറേറ്റിസത്തിന്റെയും സാമൂഹ്യമായ യൂണിവേഴ്സൽ ചൂഷണത്തിന്റെ വക്താക്കളാണെന്നുള്ളതാണ്. താങ്ക് യു ജയൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസൈറ്റ്, ഗ്രേറ്റ് ഇൻഫർമേഷൻ. അപ്പം ജയനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, താങ്കൾ വരുന്നത് ന്യൂയോർക്കിൽ നിന്നാണല്ലോ. ഏറ്റവും കൂടുതലായിട്ട് കോവിഡ് കേസസ് വന്നത് ന്യൂയോർക്കിലാണ്. കോവിഡ് കേസസിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡെമോക്രാറ്റ്സ് പറയുന്നത് റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന്റെ പ്രശ്നം കൊണ്ടാണ്. പ്രസിഡന്റ് പറയുന്നത് ഡെമോക്രാറ്റ് ഗവർണർ ആണ് ന്യൂയോർക്ക് ഭരിക്കുന്നത്, ഇപ്പൊ ഗവർണറിന്റെ കയ്യിലാണ് അത് ഇരിക്കുന്നത്. ആക്ച്വലി രണ്ടുപേരുടെയും ചോദിക്കുന്നതിനേക്കാളും വളരെ വ്യക്തമായിട്ട് എനിക്ക് നിഷ്പക്ഷനായ താങ്കളോട് ചോദിക്കാനുള്ളത്, എന്താണ് യഥാർത്ഥത്തിൽ ന്യൂയോർക്കിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ന്യൂയോർക്ക് ഇത്രയും കേസസ് വന്നത്? ഈ പൊളിറ്റിക്കൽ ഡെമഗോഗ്സ് അവരുടെ സൗകര്യാർത്ഥം പലതരത്തിലുള്ള നറേറ്റീവ്സ് സ്പിൻ ചെയ്യും. എസ്പെഷ്യലി ഇതൊരു ഇലക്ഷൻ ഇയർ ആണ്. പക്ഷെ വാസ്തവത്തില് അമേരിക്കയില് ഈ കോവിഡിന്റെ ഒരു യൂണിവേഴ്സൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സ്വഭാവം നമുക്കറിയാം. ഈ മാർച്ച് അന്ത്യത്തിലും ഏപ്രിൽ ആദ്യ വീക്കുകളിലും വളരെയധികം ആളുകൾ ന്യൂയോർക്കിൽ മരിച്ചു. അതിന് കാരണം ആക്ച്വലി ഈ ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടായിരുന്ന കൺഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോക്കൂ, ഇപ്പൊ മരണ റേറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ കൂട്ടത്തോടെ ആളുകൾ മരിക്കാൻ കാരണം കോവിഡ് പോസിറ്റീവായ ആളുകളെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുകയും ഇൻക്യുബേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഈ രോഗത്തിന്റെ നേച്ചറിനെ കുറിച്ച് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ധാരണയല്ല ഇന്ന് ബെറ്റർ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയാം. ഇന്ന് കോവിഡ് പോസിറ്റീവ് ആയാലും നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനുള്ള ആളുകൾ മാത്രമേ അഡ്മിറ്റ് ചെയ്തുള്ളൂ. ഇത് ബെറ്റർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ട്രീറ്റ്മെന്റ് കഴിയുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈ ഡിസാസ്റ്റർ എക്കണോമിക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെ ക്യാപിറ്റലിസ്റ്റുകൾ അതിന്റെ പ്രോഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതാണ് നടന്നത്. ഇപ്പൊ ഹൈഡ്രോക്ലോറോക്കിൻ ബീൻ പുഷ്ഡ്. അതോടൊപ്പം തന്നെ ഓരോ ബ്രാൻഡ് കമ്പനികളും ഇപ്പം ഇനിയിപ്പോ നടക്കുന്നത് ഈ വാക്സിൻ യുദ്ധങ്ങളാണ്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈവൻ ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് വളരെ സാമൂഹ്യ നിരീക്ഷകർ നവോമി ക്ലൈനെ പോലുള്ളവർ ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒരു ഡിസാസ്റ്ററെ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുള്ളത് കോർപ്പറേറ്റുകളും പൊളിറ്റീഷ്യന്മാരും വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരും അവരതങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നവരുമാണ്. താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ മെഡിക്കെയറിന്റെ പ്രോബ്ലം ആണ് ഒരു പരിധി വരെ ഈ ഒരു കോവിഡ് കേസസിൽ ആദ്യമേ ഒരു ചാവ് ഉണ്ടാക്കിയത് അല്ലേ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കണം. ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സാജൻ ഫ്രാൻസിസ് കുര്യനോടാണ് എന്റെ ചോദ്യം. ജോ ബൈഡൻ ഇലക്ഷൻ റാലികളിൽ പറയുന്നത് അമേരിക്കയുടെ ആത്മാവിനെ തിരികെ പിടിക്കണം. അപ്പൊ അമേരിക്കയുടെ കേൾക്കത്തില്ല, ശരിക്കും എക്കോ ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പം ജോ ബൈഡന്റെ ഇലക്ഷൻ ക്യാമ്പയിനിലെല്ലാം അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ ആത്മാവിനെ തിരികെ പിടിക്കണമെന്നാണ്. അപ്പൊ അമേരിക്കയുടെ ആത്മാവെന്ന് പറയുന്നത് തന്നെ സാജൻ ഫ്രാൻസിസിന് അറിയാം, ഫ്ലോറിഡയിൽ നിന്ന് വരുന്നുണ്ട്, ഒരു മിഡിൽ ക്ലാസ് വർക്കേഴ്സ് ആണ്. അപ്പൊ ഈ മിഡിൽ ക്ലാസ് വർക്കേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് ഫാർമർ സൈഡിലായാലും അഗ്രികൾച്ചർ സൈഡിലും എല്ലാം ഉള്ളത് മിഡ് വെസ്റ്റ് ഏരിയയിലാണ്. അപ്പം ഒബാമ 2 തവണ ഭരിച്ചിട്ട് ആ ഇലക്ഷൻ നേരിട്ടപ്പോൾ ആ മിഡ് വെസ്റ്റ് കംപ്ലീറ്റ്, ഈവൻ ബ്ലൂ സ്റ്റേറ്റ് ആയിരുന്ന സ്റ്റേറ്റ്സ് പോലും ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഒരു ട്രെൻഡാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ പോലും ട്രംപിന് വോട്ട് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് എന്താണ് സാധ്യത പറയാനുള്ളത്? കാരണം അന്നത്തെ അഡ്മിനിസ്ട്രേഷനിൽ ജോ ബൈഡൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നോടെന്ന് ഞാൻ സൂചിപ്പിക്കുക. ഇതിനകത്ത് മെയിൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ്ഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും സെനറ്റിലും ലോവർ ഹൗസിലും നമുക്ക് ആരാണ് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നാണ് ഒരു ബില്ലും പാസ്സാവൂല. ഇനിയിപ്പം ഈ അടുത്ത ഭരണം നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാലും ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ഫോർ ദ സെനറ്റ് ടു ബി ഓൾസോ പാസിംഗ് ദ ബിൽസ്. ഇപ്പൊ തന്നെ നമ്മളിപ്പം നാൻസി പെലോസിയും ഇതും തമ്മിലായിട്ട് കാണുന്നില്ല, ഒരു പണിയും നടക്കില്ല. അപ്പൊ ഇരു കൂട്ടർക്കും ഉണ്ട് കുഴപ്പം. അപ്പം ബൈ പാർട്ടിസൺ അപ്രോച്ചോട് കൂടി നമ്മള് സോ വാട്ട് ഐ ബിലീവ് ഇസ് ദ
the better of all the evil. See, technically I am also very much involved with the party and basic democrats എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the fabric of America എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ലേബർ ക്ലാസ് ആൾക്കാരാണ്. ബാക്കിയുള്ള ഈ ഈ $400,000 മുകളിലേക്ക് പോകുന്ന ആൾക്കാരാണ് കോർപ്പറേറ്റ് ലെവലിലും ബിസിനസ്സുകാരും അങ്ങനത്തെ ഉള്ള രീതിയിൽ. ഒട്ടുമുക്കാൽ ആൾക്കാർ നമ്മുടെ ഈ ഫോഴ്സിനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബേസിസ് ഉണ്ടാവില്ല ഇവിടെ അമേരിക്കയിൽ. സോ ഇറ്റ് വിൽ ബി ഓൺ കെയോട്ടിക് സ്റ്റേജ്. കാരണം ജനങ്ങൾക്ക് ഇപ്പം മുമ്പോട്ട് നീങ്ങണം. എക്കോണമി വൈസ്, ഹെൽത്ത് കെയർ, ദീസ് ആർ ദ മേജർ ഇഷ്യൂസ്. അതിപ്പോ കൊണ്ടു നടക്കാനാണ്. ഇപ്പൊ ഒബാമയുടെ സമയത്തിന് ഇപ്പം അഗ്രികൾച്ചറൽ സൈഡിൽ ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെ പോളിസി എന്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാലും കോടതി ചെന്ന് സ്റ്റേ ഓർഡർ ചെയ്തിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അതിൽ നിന്ന് എടുത്ത് അങ്ങ് മാറ്റും. ഡിസ്മാന്റിൽ ചെയ്യുക, പിന്നെ അത് പിന്നെ ഉണ്ടാക്കുക. ഇറ്റ് ടേക്സ് ടൈം ഫോർ എവറിത്തിങ്. ഓവർനൈറ്റ് ഇപ്പം തിങ്സ് കനോട്ട് ഹാപ്പൻ. അപ്പൊ ഒബാമ ചെയ്തു വെച്ച ദ ഫസ്റ്റ് തിങ് ഹി ന്യൂ വാസ്, അന്നേരം ഭരണം ഉണ്ടായിരുന്നപ്പോ രണ്ട് ഇൻ ദ സെനറ്റ് ആൻഡ് മറ്റേ കൺഗ്രഷണൽ ലെവൽ, ആ രണ്ട് സ്ഥലത്തും ഇത് വന്നപ്പോഴത്തേക്ക് SCA പാസ്സാക്കി. അതുകൊണ്ട് എത്ര മില്യൺസിന് അത് കിട്ടി. അത് ഫുൾ പ്രൂഫ് ആണെന്ന് ഞാൻ. സി ദർ ഹാസ് ടു ബി സം ട്വീക്കിംഗ് ഡൺ. എന്ത് ലോ ഉണ്ടെങ്കിൽ അതിന് ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലാ. അപ്പം സോ അത് ചെയ്യാനോ അതിനായിട്ടുള്ള ഒരു ഒത്തീർപ്പ് നമുക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. സി ബോത്ത് ദ പാർട്ടീസ് ഡോണ്ട് മീറ്റ് ഐ ടു ഐ. രണ്ടും കീരിയും ചേരാൻ പോലെയാണ്. അപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ട തന്നെ, യു ബ്രിങ് ഇൻ എ ടീം, അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ എന്ത് ചെയ്യണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് ജനങ്ങളുടെ കാര്യമാണല്ലോ ഇത്. അവനവന്റെ സൗരവാർത്ഥം നമ്മളത് നോക്കി ഇവൻച്വലി നമ്മളത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അഗ്രികൾച്ചർ, ഐ മീൻ ചൈനയെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദ പ്രോഡക്റ്റ് ചൈന. നമ്മളിപ്പോ ഇത് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഫാമേഴ്സിന് അത് മറ്റേ ശാശ്വതമല്ല. ഫെർട്ടിലൈസർ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ മാർക്കറ്റിലേക്ക് വിൽക്കാൻ പറ്റുന്നില്ല സാധനം. ബേസിക് സ്റ്റാഫ്. സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ സബ്സിഡി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. താങ്ക് യു സാജൻ. അപ്പൊ എനിക്ക് അതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബ്ലൂ കോളർ ജോബ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ഹൈവിലി ആയിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മാനുഫാക്ചറിങ് ജോബ്സ് എല്ലാം ചൈനയിലോട്ട് പോകുന്നു. ചൈനയിൽ അത് കഴിഞ്ഞ് ഔട്ട്സോഴ്സിങ് തന്നെ കുറെ കൂടെ അമേരിക്കയിൽ നിന്ന് പോകുന്നു. അപ്പം ബോത്ത് ബ്ലൂ കോളേർഡും വൈറ്റ് കോളേർഡും ആയിട്ടുള്ളതിനെ ശരിക്കും ഇമ്പാക്ട് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 8 വർഷം എന്നുള്ളത് പറയുമ്പോൾ സാജൻ അത് ഏത് രീതിയിൽ അത് എടുക്കും എന്നൊന്ന് അറിഞ്ഞാൽ ഒരു 1 മിനിറ്റിനകത്ത് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എങ്ങനെയാണ്? അതായത് ജോ ബൈഡൻ എന്നോടാണോ ചോദിച്ചത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ജോ ബൈഡൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒബാമ അഡ്മിനിസ്ട്രേഷനില് ചൈനയ്ക്ക് ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. കാര്യം മാനുഫാക്ചറിങ് ജോബ്സ് എല്ലാം അങ്ങോട്ട് പോയി. അതെല്ലാം ഇമ്പാക്ട് ചെയ്യുന്ന മിഡിൽ ക്ലാസ് പീപ്പിളിനെ ആണല്ലോ. അപ്പൊ ഈ ആത്മാവിനെ തിരികെ, അമേരിക്കയുടെ ആത്മാവിനെ തിരികെ പിടിക്കുമ്പോൾ എന്തായിരിക്കും ജോ ബൈഡൻ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്? ചൈനയായിട്ടുള്ള ഒരു ട്രേഡ് വാറിൽ റിലാക്സേഷൻ കൊണ്ടുവരുമോ, അതോ ഇതേ രീതിയിൽ പോവോ? മാനുഫാക്ചറിങ് ജോബ്സ് തിരിച്ച് ചൈനയ്ക്ക് കൊടുക്കുവോ? എന്താണ് സാജൻ ഫ്രാൻസിസിന്റെ ഒരു കാഴ്ചപ്പാട്? വാട്ട് വിൽ ബി എന്റെ കാഴ്ചപ്പാടില് there will be a foreign policy reform. പറഞ്ഞു മനസ്സിലായോ? അപ്പം അതനുസരിച്ച് ഈ policy will have to be looked into. That was the latest what I heard from his speech. അപ്പം പുള്ളിയുടെ ഇഫ് യു ഗോ ലുക്ക് അറ്റ് ഹിസ് വെബ്സൈറ്റ്, എല്ലാ ഫോറിൻ പോളിസിയുടെ ഇതിനെപ്പറ്റി എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വെദർ ഹി സപ്പോർട്ട്സ് ഈച്ച് ആൻഡ് എവറി പ്രൊപ്പോസൽ, എനിക്ക് ഫോറിൻ പോളിസിയെ പറ്റി. പക്ഷെ റൈറ്റ് നൗ നമ്മളിപ്പോൾ നോക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ our healthcare system and those are the foreign policyയിൽ നമ്മളിപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് there are things at hand where we have to take care of business right now in the United States. അതിപ്പം നമ്മളത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ it will be an alarming stage. കാരണം ഒന്നാമത് നമുക്ക് if we health, no matter what we do is not going to be valid. Foreign policy, there are experts. I'm not a big foreign policy expert, പക്ഷെ എനിക്ക് അറിയാവുന്ന ഇതനുസരിച്ച് what he has said is the foreign policy will have to be looked at. നമ്മൾ അവരെ എഴുതി തള്ളാൻ പറയാൻ പറ്റില്ല. കാരണം there are certain things which China is dependent because അവരുടെ ലേബർ മാർക്കറ്റ് ഇതുണ്ട്. ഒറ്റയടിക്ക് നമുക്കൊരു മാനുഫാക്ചറിങ് ഫീൽഡിലേക്ക് അത് അവോയ്ഡ് നമുക്കത് ചെയ്യാൻ പറ്റില്ല. So it is not basically practical. I don't think any government is able to do that.
So we'll have to start building the infrastructure catering to that. Thank you, Sergeant. വിൻസെന്റ് ബാലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജയൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്താൽ 1 minute please. ഈ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഇഷ്യൂ, ഈ ഒബാമ കെയർ ടോപ്പിക് നമ്മൾ കഴിഞ്ഞായിരുന്നു. ഇതാണ് പറഞ്ഞ സിംഗിൾ പെയർ ഇൻഷുറൻസിന് എന്തുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല? ഹിലരിയുടെ ആക്ച്വലി ഈ ഒബാമ കെയർ എന്നറിയപ്പെടുന്നത് ഹിലരി കെയർ ആണ്. ഹിലരി സിംഗിൾ പെയർ ഓപ്ഷനെ അവരുടെ ടേബിളിൽ നിന്ന് എടുത്തു മാറ്റി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ OpenSecret.org എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, ക്യാമ്പയിൻ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഒബാമ ഇലക്ഷന്റെ ഒബാമയുടെ ഫണ്ട് വന്നിരിക്കുന്നത് 53% HMOs നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നേ ഉള്ളൂ, കാതലായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വ്യത്യാസം ഇല്ല എന്നാണ്. ഇവര് രണ്ടുപേരും ഈ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ പെയർ ഓപ്ഷൻ ടേബിളിൽ നിന്ന് എടുത്ത് ആദ്യമേ മാറ്റിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ ട്രംപിന്റെ ഇതിലേക്ക് വരുമ്പോൾ, ആക്ച്വലി ഈ ട്രംപിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ക്ലാസിക്കൽ റിപ്പബ്ലിക്കൻസിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല, മറിച്ച് ഹെയ്റ്റ് മോങ്കേഴ്സിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവരെ എന്നും അവരുടെ ക്ലാസ് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ഈ ട്രംപ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആശയങ്ങൾ റിയലി ട്രംപിന്റെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വിരുദ്ധമാണ്. അമേരിക്കയിലെ പൂവർ വൈറ്റ് വർക്കിംഗ് ക്ലാസ് ആളുകൾ ഹേറ്റ്രഡ് അല്ല, ആക്ച്വലി സീനോഫോബിയയില് വെറും റേസിസത്താൽ അന്ധരായി ഒരു തീരുമാനം എടുക്കുകയും ഇയാളുടെ ഡെമോഗോഗറിയുടെ അയാളുടെ പൊളിറ്റിക്കൽ ചാമിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. അത് ഹിസ്റ്റോറിക്കലി അങ്ങനെ ആയിരുന്നു. ആൻഡ്രൂ ജാക്സന്റെ കാലം മുതലേ നമുക്കറിയാം എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ, അമേരിക്കൻ ലീഡേഴ്സ്, അമേരിക്കൻ ഡെമഗോഗ്സ് അതിറിന് ഒരു സമൂഹത്തിലെ ഒരു അതിറിനെ ക്രിയേറ്റ് ചെയ്യും, ആ അതിറിനെ സോൾഡിഫൈ ചെയ്യുകയും അതിനൊരു ടാർഗറ്റ് ആക്കി എന്നും രാഷ്ട്രീയ അധികാരം കൈയാളുകയും ചെയ്തത്. ആൻഡ്രൂ ജാക്സന്റെ കാലത്ത് റിയലി റെഡ് സ്കെയർ ആയിരുന്നു. റെഡ് സ്കെയർ നേറ്റീവ് അമേരിക്കൻസിന് എതിരായിട്ടുള്ള സ്കെയർ ആയിരുന്നു. പിന്നീട് അത് കമ്മ്യൂണിസത്തിന് എതിരായിട്ടുള്ള സ്കെയർ ആയി. ഇപ്പോൾ അത് ഇമിഗ്രൻസിനും ഇസ്ലാമിനും എതിരായിട്ടുള്ള സ്കെയർ ആയി മാറുന്നു. ആക്ച്വലി ഇവരൊക്കെ ഈ മലയാളികൾ പോലും റിപ്പബ്ലിക്കൻസിനായി തീരുന്നത് അവർ ഇന്റേണലൈസ് ചെയ്ത റേസിസവും അവരുടെ ഇസ്ലാമോഫോബിയും കൊണ്ട് മാത്രമാണ്. അതാണ് സത്യം. പൊളിറ്റിക്കൽ പോളിസി അല്ല. ഞാൻ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. കാരണം ആക്ച്വലി ഓക്കെ, മലയാള സിനിമയിലെ ശങ്കരടിയുടെ ചില ഡയലോഗുകൾ ഓർമ്മ വരുമോ? അതായത് ഭയങ്കര വലിയ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് ഈ ഭയങ്കരമായിട്ടുള്ള പ്രചാരണമൊക്കെ നടത്താം. പക്ഷെ ഞാനൊരു ഒബാമ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിരുന്നു. ഓക്കെ, ഐ എം നോട്ട് എ റേസിസ്റ്റ്, ഐ എം എ ബ്രൗൺ മാൻ. സോ ഞാൻ ഒബാമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ട്രംപ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈന ബ്രിങ്ങിങ് മാനുഫാക്ചറിംഗ് ബാക്ക്. നമ്മൾ ചുമ്മാ കാറടിച്ച് വെടിവെച്ചിട്ടൊരു കാര്യമില്ല. ഐ എം നോട്ട് റേസിസ്റ്റ്. അല്ല, you are not racist, but you are a brown man. We are a coconut brown man. I am myself. I am a human being. I am an individual. I have my opinion. Why you want me to put in a box? Why you want me to be inside a box? It was Don't a joke. put people in boxes. That is what class warfare that you failed in Kerala. Communism doesn't work. That's why we are all here. I am not a communist. Don't worry about it. Okay. ഡെമോക്രാറ്റ് പാർട്ടിയെ പറ്റിയും പറഞ്ഞു, റിപ്പബ്ലിക്കൻ പാർട്ടിയും പറഞ്ഞു. പക്ഷെ താങ്കളെ പോലുള്ള ആൾക്കാർ ഇപ്രാവശ്യം ജോ ബൈഡനെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് അതിന് നോക്കൂ, ജോ ബൈഡന്റെ പ്രൈമറി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബേണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മൂവ്മെന്റ്, അല്ലെങ്കിൽ AOCയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് ആയിരുന്നു ഈ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷമുണ്ടായി ആ പീസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഉടനീളം ഉണ്ടായ യുവാക്കളുടെയും അന്ന് വർക്കിംഗ് ഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ ഇമിഗ്രൻസിന്റെയും ഈ മൾട്ടിപ്പിൾ വോയിസിങ്ങിനെയൊക്കെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ്. ആ ജനകീയ മുന്നേറ്റത്തെ ഈ രണ്ട് പാർട്ടികളും എന്നും തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഡെമോക്രാറ്റിക് പ്രൈമറിയില് ബൈഡൻ ക്യാമ്പ് ആധിപത്യം സ്ഥാപിക്കുന്നത് തന്നെ വളരെ വിദഗ്ധമായിട്ട് ആ വോയിസിനെ സപ്രസ് ചെയ്തുകൊണ്ടാണ്. അമേരിക്കൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ജനങ്ങൾക്കെതിരായി റിഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഇവിടുത്തെ അമേരിക്കയിലെ വൈറ്റ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ഒരു ജനവിഭാഗമാണ്. അവരുടെ ക്ലാസ് ഇൻട്രസ്റ്റിനെതിരായിട്ട് നിരന്തരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അവരിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹേറ്റഡ് ആണ്.
ആ ഹേറ്റഡ് ഇത് ഇമിഗ്രൻസിനെതിരായിട്ടുള്ള ഹേറ്റഡ്, അതോടൊപ്പം ഇസ്ലാമിനെതിരായിട്ടുള്ള ഹേറ്റഡ്, അതോടൊപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹേറ്റഡ്, അതോടൊപ്പം ഹോമോസെക്ഷൽസിനെതിരായിട്ടുള്ള ഹേറ്റഡ്. ഇതൊരു പൊളിറ്റിക്കൽ സ്പിന്നാണ്. പക്ഷെ ഇതൊന്നും പോളിസി അടിസ്ഥാനത്തിലല്ല ആളുകൾ വോട്ട് ചെയ്തതിന് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഒരു സോഷ്യലിസ്റ്റോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗേറ്ററോ ഒന്നും അല്ല. ജയൻ അതൊന്നും അല്ലാതെ ജയൻ പറഞ്ഞിട്ട് കാര്യമില്ല. ജയൻ പറയുന്ന വാചകങ്ങളെല്ലാം ജയന്റെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി കാണിക്കുന്നതാണ്. ഇവിടെ ഒരു ബ്ലാക്ക് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത രാജ്യമാണ് അമേരിക്ക. വൈറ്റ് ആൾക്കാരുടെ വോട്ട് കിട്ടാതെ എങ്ങനെയാണ് ബ്ലാക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുത്തത്? നമുക്ക് എവിടെയും ഹെയ്റ്റ് മാത്രം കാണുന്നവർക്ക് ഹെയ്റ്റ് മാത്രം കാണാം. നമ്മളെല്ലാം ഈ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും $1-2 വന്നിട്ട് ഇവിടെ വലിയ മിടുക്കന്മാരായത് അമേരിക്ക ഒരു സിസ്റ്റമിക് റേസിസ്റ്റ് കൺട്രി ആയതുകൊണ്ടല്ല. അമേരിക്ക ഈസ് ദ ഓൺലി ഹോപ്പ് ഇൻ ദ വേൾഡ്. ഒബാമ ജയിച്ചത് വൈറ്റിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല. അവര് ആക്ച്വലി ഓണർ വന്നത് ആഫ്രിക്കൻ അമേരിക്കൻസ് ആൻഡ് അതർ മൈനോറിറ്റീസ് സപ്പോർട്ടഡ്. 70% വൈറ്റ്സ് ഉള്ള അമേരിക്കയില് ഒരു കറുത്ത വർഗ്ഗക്കാരന് പ്രസിഡന്റ് ആവണമെങ്കിൽ വൈറ്റ്സിന്റെ വോട്ട് ഇല്ലാതെ പ്രസിഡന്റ് ആവാൻ പറ്റില്ലല്ലോ. ആൾക്കാർ തന്നെയാണ് ട്രംപിന് വോട്ട് ചെയ്തത്. ഒബാമയ്ക്ക് വോട്ട് ചെയ്ത അതേ ആൾക്കാർ തന്നെയാണ് ട്രംപിന് വോട്ട് ചെയ്തത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒബാമയുടെ കാൻഡിഡേറ്റ്സി പോസിബിൾ ആക്കിയ ഒരു സോഷ്യൽ സാഹചര്യം സൃഷ്ടിച്ചത് നിരന്തരമായ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലൂടെയാണ്. ഇവിടെ മുഴുവൻ വെറുപ്പാണെന്നാണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു ജനകീയ മൂവ്മെന്റ് ആണ് ഈ സാമൂഹ്യ സാഹചര്യം സാധ്യമാക്കിയത് എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ കളിക്കുന്ന ചോദ്യം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു സ്ലോഗൻ കൊണ്ടാണല്ലോ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വന്നത്, പ്രസിഡന്റ് ആയിട്ട് വന്നത്. അപ്പൊ ഏത് രീതിയിൽ അദ്ദേഹം എത്രത്തോളം മാനുഫാക്ചറിങ് ജോബ്സ് അമേരിക്കയിൽ കൊണ്ടുവരാൻ സാധിച്ചു, എത്രത്തോളം കൂടുതൽ ജോബ് ഇവിടെ എസ്പെഷ്യലി മാനുഫാക്ചറിങ് സൈഡിൽ അദ്ദേഹം കൊണ്ടുവരാൻ സാധിച്ചു, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാൻ സാധിക്കുന്നു. നമ്മൾ ഇപ്പം അമേരിക്കയുടെ ആത്മാവിനെ കണ്ടെത്തണം, അമേരിക്കയെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് വളരെ പ്ലാറ്റിറ്റ്യൂഡ്സ് പറയാനായിട്ട് എല്ലാവർക്കും വളരെ എളുപ്പമാണ്. ഈ ഒബാമയുടെ ഹോപ്പ് ആൻഡ് ചേഞ്ച് മെസ്സേജ് കേട്ടിട്ട് കാര്യങ്ങള് ഒബാമ ഫിക്സ് ചെയ്യുമെന്ന് വിചാരിച്ച് ഒബാമയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത വൈറ്റ് ആൾക്കാരാണ് ഈ മിഷിഗണിലും വിസ്കോൺസിനിലും മിന്നസോട്ടയിലും മിനിയാപോളിസിലും ഒക്കെ ഉള്ള ആൾക്കാര്. ആ മനുഷ്യര് ഇവരെല്ലാം വൈറ്റ് ആൾക്കാരാണ്, നല്ല വൈറ്റ് മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. ആ മനുഷ്യർ തന്നെയാണ് മനസ്സിലാക്കിയത് ഒബാമയുടെ പ്രസംഗം കൊണ്ട് ഒരു കാര്യമില്ലെന്ന്. അങ്ങനെയാണ് അവർ ട്രംപിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ സെയിം ആൾക്കാർ. ഇതിനകത്ത് ഇവർ പറയുന്നത് പോലത്തെ റേസിസോ ഒന്നുമില്ല. മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് അവരുടെ ജോബ് സെക്യൂരിറ്റി ഇല്ലാണ്ടായപ്പോ എന്താണ് ഇതിന് കാരണം? ഇവിടുന്ന് ഉള്ള ജോബുകൾ മുഴുവൻ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് നിക്സന്റെ കാലത്ത് തുടങ്ങിയതാണ് ചൈനയായിട്ടുള്ള ഫ്രണ്ട്ലിനെസ്, റൈറ്റ്? അതിനുശേഷം ക്ലിന്റന്റെ ടൈമിൽ തുടങ്ങി. പരിധിയുണ്ട്, നമുക്ക് എത്രത്തോളം ട്രംപിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നൊന്നും പറയാൻ പറ്റും. ഞാനത് പറയട്ടെ. അപ്പം ഇത് ക്ലിന്റന്റെ സമയത്ത് തുടങ്ങി ചൈനയിൽ നിന്ന് ഈ മാനുഫാക്ചറിങ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ആർക്കും അത് സാധിച്ചിട്ടില്ല. ഒബാമയെ തിരഞ്ഞെടുത്തു, ഹോപ്പ് ആൻഡ് ചേഞ്ച്. He was not able to do it. What about George Bush? What happened to George Bush? Why wouldn't he do it? No, that is why George Bush made me a Democrat. That's why I voted for Obama. George Bush was a crazy guy. So don't blame Clinton's സമയത്ത് ഇതെല്ലാം നല്ല രീതിയിൽ നടന്നല്ലോ. He had one of the ഞാൻ ആരെയും ബ്ലെയിം ചെയ്തില്ല. I am the only bipartisan talker here. Okay. I am the only one who is talking bipartisan. I never voted for Bush. I cannot vote for Bush because he made very fundamental mistakes by going into Iraq. It's a fundamental mistake. That's why I supported Obama. So everybody is paying for it. എത്രത്തോളം ഡൊണാൾഡ് ട്രംപിന് മാനുഫാക്ചറിംഗ് ജോബ്സ് അമേരിക്കയിൽ സാജൻ നേരത്തെ പറഞ്ഞതുപോലെ it has to start from somewhere. It has started. The momentum has started. അപ്പോ ഇതിന് സമയമെടുക്കും. Yes, bipartisanship would have been much better. ഞാനും സാഹചര്യം കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ പല അതിനകത്ത് വിൻസെന്റ് I agree with you. അതിനകത്ത് ഇപ്പൊ വരേണ്ടതെന്ന് I agree with you. Thanks Vincent. I agree with you. അതിനകത്ത് ഇപ്പൊ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഴയ ആൾക്കാർ ഈ ആചാരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഡെമോക്രാറ്റിക് ആയാലും റിപ്പബ്ലിക്, അവരെ you should vote them out of office. എന്നാലേ ഡയലോഗ് ഒക്കെ വരുള്ളൂ. രാഷ്ട്രീയം ഇലക്ഷൻ ആയി കഴിയുമ്പോൾ people become politically electrified in their own directions. No, I'm still open to any discussion which is good for our people.
അല്ല എല്ലാവരും പാനൽ വോട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ സ്കൂൾ ബോർഡ് റൺ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാൻ ഇഷ്യൂസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സംസാരിച്ചു. പാരന്റ്സ് എല്ലാം എന്റെ കൂടെയാണ്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അവർ ഡെമോക്രാറ്റ് സാമ്പിൾ വോട്ട് എടുത്ത് വോട്ട് ചെയ്യും. നമ്മൾ ഡീവിയേറ്റ് ചെയ്യാണ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത് എത്രത്തോളം ഡൊണാൾഡ് ട്രംപിന് മാനുഫാക്ചറിംഗ് ജോബ്സ് അമേരിക്കയിൽ കൊണ്ടുവരാൻ കഴിയും. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു തുടക്കം ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം എല്ലാ കമ്പയർ ടു ദ റീസെന്റ് അമേരിക്കൻ പ്രസിഡന്റ്സ് ഡൊണാൾഡ് ട്രംപിന്റെ കോൺട്രിബ്യൂഷൻ നെഗറ്റീവിലാണ്. അപ്പം അത് പ്രത്യേകിച്ച് അതൊരു വലിയൊരു ചർച്ചാ വിഷയമായിരിക്കാണ്. ജോബിന്റെ ആ ഒരു ലോസ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കോവിഡ് സിറ്റുവേഷൻ, but still if you can understand COVID situation, you will not say that negative word. Everything was positive until COVID. So if you understand COVID situation, you cannot talk about today's number and just say that it is negative now. Think about January. Talk about January. After January, nothing has happened. It's a floodgate. The economy is stopped completely. No employment. So when the economy is opening up, if the Democrat governors can open up American economy, there is no need for all these shutdowns now. People know how to handle. ജയൻ തന്നെ പറഞ്ഞു, ന്യൂയോർക്കുകാർ പോലും പഠിച്ചു എങ്ങനെയാണ് കോവിഡിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് നേരത്തെ കുറച്ചുകൂടി അറിയാമായിരുന്നു, ന്യൂയോർക്കുകാർക്ക് അറിയില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു നിമിഷം വിൽസൺ പറഞ്ഞതിനോട് ഞാൻ അഗ്രി ചെയ്യുന്നു. ഒരു നിമിഷം ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഈ ട്രംപ് ഈ അടുത്ത ഇലക്ഷന് ഈ നവംബർ ആണ്, ഇപ്പൊ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞല്ല, ഈ അടുത്ത ഇലക്ഷൻ ട്രംപ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ബൈഡന്റെയോ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയോ ക്യാമ്പിന്റെ മെച്ചം കൊണ്ടല്ല. പക്ഷേ അത് റിയലി അത് നമുക്ക് ഇനിയിപ്പം നവംബറിൽ നമുക്കറിയാം എന്തായാലും ജനങ്ങള് ഏത് രീതിയിൽ വോട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് നീറുന്ന ഒരു വിഷയമാണ് ഹറിക്കെയിനും ഫോറസ്റ്റ് ഫയറും. ഈ രണ്ട് സംഭവങ്ങള് വളരെയധികം നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റില് ഒരു പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻ ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, the world has 11 years to take dramatic policy action and shift away from fossil fuels to avoid the worst effects of climate change. മൂന്നിൽ രണ്ട് അമേരിക്കക്കാരും ഏറ്റവും കൂടുതലായിട്ട് കൺസേണിംഗ് ആയിട്ടുള്ള വിഷയമാണിത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് മിസ്റ്റർ വിൻസൻ, നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ലാഘവത്തോടെയാണ് ഈ വിഷയം എടുത്തേക്കുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതൊരു ലെഫ്റ്റ് ലിബറൽ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഇതിനോട് വലിയ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലാണ് ട്രംപ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുന്നത്. അപ്പൊ അത് ഏത് രീതിയിലാണ് ഇപ്പൊ ടു-തേർഡ് ആയിട്ടുള്ള അമേരിക്കൻസിന്റെ ഒരു കൺസേൺ ആയ ഈ ഒരു വിഷയം ഏത് രീതിയിലായിരിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ വർഷം ഇലക്ഷനിൽ പ്രതിപാദിക്കാൻ പോകുന്നത്? വിശാഖ്, ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അതിന് കാരണം ഹ്യൂമൻ ആക്ടിവിറ്റി ആണോ എന്നുള്ളതിൽ മാത്രമേ ഡിസ്പ്യൂട്ട് ഉള്ളൂ. ഞാൻ ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം വിശാഖിനോട് ചോദിക്കുവാണ്. ഐ നോ ഫോർ സർട്ടൻ ഫ്ലോറിഡ ഇപ്പൊ അമേരിക്കയുടെ പാർട്ടാണ്, റൈറ്റ്? ഒരു 500 കൊല്ലം കഴിയുമ്പോൾ ഈ ഫ്ലോറിഡയുടെ അമേരിക്കയുടെ ഇടയിൽ വെള്ളം ഉണ്ടാവും. ഇത് നമ്മളൊന്നും ചെയ്തിട്ടല്ല. ദിസ് വാസ് ഹാപ്പനിങ് ഫോർ എവർ. Do you know that Himalayas are growing every year half an inch because India is pushing on China every year? These are global, seismic global changes that is happening that we don't have too much control on. Yes, there is climate impact localized, like forest fires, like mudslides, like floods we saw in Kerala. അപ്പൊ ഇതെല്ലാം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ മണ്ണൊലിപ്പ് ഉണ്ടാവുന്നതിന് കാരണം നമ്മൾ മരം വെട്ടിക്കളയുന്നതാണ്. അപ്പോ ബെനിഫിറ്റ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഒന്നിച്ചിരുന്ന് ഇതിന് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഇതിന് പലതിനും നമുക്ക് ലോക്കലൈസ്ഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ഒരു ഗ്ലോബൽ വാർമിംഗ്, ഇത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അൽഗോറിനൊക്കെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു മെഷീനറി ആയിട്ട് ഇത് മാറിയപ്പോഴാണ് ഈ ഇഷ്യൂ ഒരു പാർട്ടിസൺ ഇഷ്യൂ ആയിട്ട് മാറിയത്. ഇതൊരു പാർട്ടിസൺ ഇഷ്യൂ ആയിട്ട് ഇരിക്കേണ്ട ഒരു സംഭവം അല്ല. ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റ് ഫയർ കറക്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് നമ്മൾ നടപ്പാക്കുന്നില്ല. ബിക്കോസ് ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. മരം വെട്ടി ഈ മരങ്ങൾ തമ്മിലുള്ള കണ്ടിന്യൂറ്റി ഉണ്ടാക്കുമ്പോഴാണ് ഫോറസ്റ്റ് ഫയർ നിർത്തലാക്കുന്ന വൺ ഓഫ് ദ പോളിസീസ് ആണത്, വൺ ഓഫ് ദ ഫോറസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക് ആണത്. അത് ചെയ്യുന്നില്ല കാലിഫോർണിയയിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് പടർന്ന് പിടിക്കുവാണ്. പണ്ട് തുടങ്ങിയ നമ്മുടെ ആദിമ മനുഷ്യർ തുടങ്ങി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് മരങ്ങളുടെ ഇടയിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. സോ ദാറ്റ് ഈവൻ ഫോറസ്റ്റ് ഫയർ ഉണ്ടായാലും അത് മൊത്തമായിട്ട് കത്തിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് ഓഫ് പാർട്ടിസൺഷിപ്പ്. ബിക്കോസ് ദ ഡെമോക്രാറ്റ്സ് തിങ്ക് ഒരു മരം പോലും മുറിക്കാൻ പാടില്ല. ആൻഡ് ദേ പോർട്രേ റിപ്പബ്ലിക്കൻസ് ആർ മരങ്ങൾ മുറിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ.
അപ്പൊ ഇതിന്റെ ഇതിനിടയിൽ ഒരു കോംപ്രമൈസ് ആവശ്യമുണ്ട്. പീപ്പിൾ ഹാവ് ടു അപ്ലൈ സയൻസ് ഇന്റലിജന്റ്ലി വിത്ത് എ ബൈപാർട്ടിസൺ മൈൻഡ് സെറ്റ്. നമ്മൾ ഇതിനെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ് 12 വർഷത്തിനുള്ളിൽ ലോകം അവസാനിക്കും എന്നൊക്കെ പറയാൻ തുടങ്ങി കഴിയുമ്പോഴാണ് ഇതൊരു പാർട്ടിസൺ ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പൊ ട്രംപിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ട്രംപ് സംസാരിക്കുന്നുള്ളൂ. ഗ്ലോബൽ വാർമിംഗ് നിർത്താനൊന്നും ട്രംപിനെ കൊണ്ട് പറ്റില്ല. സോ ഹീസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ദാറ്റ് ഹി ക്യാൻ ഡു. ഫോറസ്റ്റ് ഫയർ ഹി ക്യാൻ ഡു, ഗിവ് ഹിം ഫ്രീഡം. ബട്ട് കാലിഫോർണിയ won't allow, right? California wanted to preserve everything what California was doing so far. Anyway, it has to change. I'd like to say one word. ഇപ്പൊ വിൻസെന്റ് പറഞ്ഞത് തന്നെ the same thing I'm repeating back. He has to believe in science and he has clearly does not believe in science at all. He has taken back all the EPA regulations. ഇപ്പം ഇവിടെ ഇൻഡസ്ട്രിയൽ all the waste that is going, it is free flowing right now. പറഞ്ഞു മനസ്സിലാ. അപ്പൊ സോ ദാറ്റ് ഇസ് എ ട്രിഗറിംഗ് ഫാക്ടർ. അല്ലാതെ ഇപ്പൊ നമുക്ക് വി ക്യാൻ സ്ലോ ദ ഫാക്ടർ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ സാറേ, പറഞ്ഞു തീർക്കട്ടെ. ഇപ്പൊ സോ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം ഒരു ഗ്ലോബൽ വാർമിംഗ് വരുമ്പോഴത്തേക്കും അതിനായിട്ട് പുള്ളി ഇറ്റ് ഈസ് വെരി അൺക്ലിയർ വേർ ട്രംപ് സ്റ്റാൻഡ്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും കാരണമാണെന്ന് ഗ്ലോബൽ വാർമിംഗ് എന്നും there is no conclusive proof. ഈ ഗ്ലോബൽ വാർമിംഗ് വിട്ടിട്ട് നമ്മൾ ഫോറസ്റ്റ് ഫയർ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ, ഈ ഗ്ലോബൽ വാർമിംഗ് പറയാതെ നമ്മൾ ഫോറസ്റ്റ് ഫയർ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഫോറസ്റ്റ് ഫയർ നിർത്താൻ പറ്റും. അതിനിടയ്ക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റാത്ത കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നിർത്താൻ പറ്റില്ല. ഗ്യാസ് എമിഷൻസ് അല്ലല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ ഹ്യൂമൻ ഇതെന്ന് പറഞ്ഞിട്ട് യു റെഡ് ടു മച്ച് ഇൻടു മൈ വേർഡ്സ്. ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമൻ ഇമ്പാക്ട് ഇല്ല എന്നല്ല പറഞ്ഞത്, ഡെഫിനറ്റ്ലി ഇമ്പാക്ട് ഉണ്ട്. പക്ഷേ അമേരിക്കയുടെ എക്കണോമിക് ഷട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ പോയി പാരീസ് അക്കോർഡ് സൈൻ ചെയ്യും, ചൈനയും സൈൻ ചെയ്യും. ചൈനയും ഇന്ത്യയും ഫോളോ ചെയ്യുന്നില്ല. ചൈനയും ഇന്ത്യയും ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. അമേരിക്ക ഒരു ഞാൻ അതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ബൈപാർട്ടീഷൻ കാര്യങ്ങൾ സംസാരിച്ചു, നമ്മളെല്ലാരും സഹകരിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പൊ പാരീസ് അക്കോർഡ് പോലെയുള്ള ഒരു വേൾഡ് ഇനിഷ്യേറ്റീവ്സ് അമേരിക്ക പിന്നോട്ട് മാറുമ്പം അവിടെ സത്യം പറഞ്ഞാൽ ഒരു അമേരിക്കൻ ഒരു വൻ ശക്തി പുറകോട്ട് പോവാണ്. കാരണം അമേരിക്ക അതിന് റീസൺ ഉണ്ട്. നമ്മള് ഇപ്പൊ ഞാനും വിശാഖം കൂടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. വിശാഖ എഗ്രിമെന്റ് ഫോളോ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ എഗ്രിമെന്റ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സോ ചൈനയും ഇന്ത്യയുമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പൊള്യൂട്ടേഴ്സ് ലോകത്തിലെ. അവരെല്ലാ എഗ്രിമെന്റും സൈൻ ചെയ്യും. യു ഗോ വാച്ച് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മുടെ പോളിസി നോക്കുക വിൻസെന്റ്. ഞാൻ കണ്ട കാര്യം പറയുവാണ്. പക്ഷെ വിൻസെന്റ് ഒരു കാര്യം, എവരിബഡി ഹാസ് ടു ഫോളോ ദ റൂൾസ്, നോട്ട് ജസ്റ്റ് അമേരിക്ക. പക്ഷെ വിൻസെന്റ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയുടെ ഒരു നയതന്ത്ര രീതിയിൽ അമേരിക്ക ഏതൊക്കെ ഇതിന്ന് പിന്നോട്ട് മാറുന്നുണ്ടോ അവിടെ ചൈന കയറുകയാണ്. അപ്പൊ അമേരിക്കയുടെ പ്രാതിനിധ്യം കുറഞ്ഞിട്ട് ചൈനയുടെ ചൈനയും അമേരിക്ക നമ്മളെ എഗ്രിമെന്റിന്റെ ഒരു പ്രസിഡന്റ് അമേരിക്കയെ വൻശക്തിയായിട്ട് നിലനിർത്തുക എന്നുള്ള ഒരു പ്രസിഡന്റ് കടമയാണ്. വൻശക്തിയായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതകൾ നമ്മൾ ഈ എഗ്രിമെന്റുകൾ സൈൻ ചെയ്ത് ഇല്ലാണ്ടാക്കുന്നതാണ് പ്രസിഡന്റ് ട്രംപ് തിരുത്തുന്നത്. നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു, ഇന്ത്യയും സൈൻ ചെയ്യും, ചൈനയും സൈൻ ചെയ്യും, അമേരിക്കയും സൈൻ ചെയ്യും. അമേരിക്ക മാത്രം ഫോളോ ചെയ്യും, ഇന്ത്യയും ചൈനയും ഫോളോ ചെയ്യില്ല. അപ്പോ ട്രംപിന് മനസ്സിലായി ഇതൊരു കളിപ്പീര് പ്രസ്ഥാനമാണെന്ന് മനസ്സിലായി. സോ ഹി ഡിസൈഡഡ് ഓക്കെ ഞങ്ങൾക്ക് വൻശക്തിയായിട്ട് നിന്നേ പറ്റുള്ളൂ. സോ വി ആർ ഓൾസോ നോട്ട് ഗോയിങ് ടു ഫോളോ. ഓക്കെ. അപ്പൊ അടുത്ത സാജൻ ഫ്രാൻസിസ്, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ കാർബൺ എമിഷനെ കുറയ്ക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കാലഘട്ടങ്ങളിൽ. ഇപ്പൊ നെറ്റ് സീറോ കാർബൺ എമിഷൻ ബൈ 2050 എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റും കൊണ്ടാണ് ഇപ്പം ജോ ബൈഡൻ തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്നത്. അപ്പം ഇത് എത്രത്തോളം 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്നുള്ള ആ ഒരു റിയലിസ്റ്റിക് ആയിരിക്കാം, അൺറിയലിസ്റ്റിക് ആയിരിക്കാം, അത് ഭാവി തീരുമാനിക്കട്ടെ. പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യം? അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഹീസ് പ്ലാനിങ് ടു പുട്ട് ഇൻ about $2 trillion in that to fight climate change and pledges to eliminate carbon emissions by 2035. 50 അല്ല, at least from 2035. അപ്പൊ അതാണ് ഇപ്പോഴത്തെ മറ്റേ that is his vision for this
for this current election that we are going ahead with. നമുക്ക് അങ്ങനത്തുള്ള ഒരു വിഷണറി ആയിട്ട് നമുക്ക് see everything it has to start now. എന്നാലേ ഉള്ളൂ അടുത്ത 2035 ആവുമ്പോഴത്തേക്ക് ഇത് എന്തെങ്കിലും ചെയ്യുള്ളൂ. And he's also made one promise that the government owned vehicles in the United States will be all electric. So that is under the government's purview. But those are things that is under his control, and he'll bring the Environmental Pollution Control Act back. Vishal, can I respond just real quick to that? Yeah, sure. So when you talk about these electric vehicles, I don't know. I'm an engineer by profession. I was always asking, electric vehicle electricity ഉണ്ടാക്കാനായിട്ട് നമ്മൾ environment നശിപ്പിക്കുന്നില്ലേ? I did some research and I found out ഈ electric vehicle ഉപയോഗിക്കുന്ന ഓരോ ബാറ്ററിയിലും ഉപയോഗിക്കുന്ന these come from completely undisturbed lands in the world now, like ആഫ്രിക്കയിലൊക്കെ ഉള്ള അക്കാഡമി അങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്. അപ്പോ എൻവയോൺമെന്റിന് ഒത്തിരി നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിന് ഉപയോഗിക്കാനുള്ള ബാറ്ററി ഉണ്ടാക്കാനുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, ചാർജ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് തെർമൽ പ്ലാന്റ്സിൽ കൂടിയാണ്. അപ്പൊ ഇതൊരു ഷുവർ ഷോർട്ട് കട്ട് ഒന്നുമല്ല. ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ട് നമുക്ക് പൊള്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിഗ്രേഡേഷൻ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. There is no surety for that. I'll bring on to the experts table. No, let me finish. 2035 എന്ന് പറയുന്നത് ബൈഡന്റെ കാലഘട്ടത്തില്, ബൈഡന്റെ പീരീഡിൽ ഇനി 5 വർഷം കൂടെ ബൈഡന് നോട്ടുള്ളൂ മാക്സിമം. ഫസ്റ്റ് ടൈം പോലും ഫുള്ളാക്കാൻ പറ്റുന്ന പുള്ളിക്ക് അറിയാൻ പാടില്ല. സാറേ ഞാൻ പറയട്ടെ, കറന്റ്ലി ഒബാമയുടെ ബെയിൽ ഔട്ട് കാരണം, മിഷിഗൻ മറ്റേ ബെയിൽ ഔട്ട് കാരണമാണ് ഇപ്പം ട്രംപ് ഇസ് bearing good fruits of the economy right now. Let me tell you that. No, let me complete about this environment. We asked about environment. ഈ പറയുന്ന പ്ലാനുകൾ അല്ലല്ല, സമയം പിടിക്കുന്ന ഞാൻ പറഞ്ഞ, അല്ലാതെ നമ്മൾ എന്ത് മോഡൽ ഉണ്ടാക്കുമ്പോഴും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത 1000 വേരിയബിൾസ് വെച്ച് എന്ത് മോഡൽ ഉണ്ടാക്കിയാലും ഇറ്റ് ഈസ് ഈക്വൽ ടു ഗാർബേജ്. ഈ മോഡലാണ് പറയുന്നത് 2035 ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പൊള്യൂഷൻ നിർത്താൻ പറ്റും എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ട് സാജൻ. ഇപ്പം അറിയാമല്ലോ, അപ്പൊ അമേരിക്കയില് ഹോംലെസ്, ജോബ്ലെസ്, ഒത്തിരി ഇപ്പൊ അവിടെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ സാധാരണ ഒരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണവും ജോലിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പരിസ്ഥിതി റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു എക്സ്ട്രീമായ പരിസ്ഥിതിവാദം ഏത് തരത്തിലായിരിക്കും അങ്ങനെയുള്ള സാധാരണക്കാരെ ഇലക്ഷൻ ഇമ്പാക്ട് ചെയ്യുന്നത്? എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നത്? ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് അവരുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ജോലി, ഭക്ഷണം, പ്രൈമറി നീഡ്സ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഈ പരിസ്ഥിതിവാദം എടുത്തിടുമ്പം ഏത് രീതിയിലായിരിക്കും അവർ ജോ ബൈഡനെ അവര് സ്വീകരിക്കുന്നത്? ഇപ്പൊ ജോ ബൈഡൻ ആയാലും ട്രംപ് ആയി കഴിഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇക്കോണമി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അൺലെസ് ഓൾ ദ സ്റ്റേറ്റ്സ് ഓപ്പൺ അപ്പ് ടു നോർമൽസി, ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ no one can predict anything. പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ വാക്സിൻ കണ്ടെത്തുക, there are a lot of factors. Yes, അതിന്റെ സ്റ്റിമുലസ് ഫണ്ട്സ് വരും. That has been currently stopped right now till after the election. നേരത്തെ അപ്പം സ്റ്റിമുലസ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഈ സോഷ്യൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊടുക്കുന്ന ഫണ്ട്സ് ഒക്കെ തിരിച്ച് സർക്കാർ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തിരിച്ചു തരിക എന്നുള്ളതാണ്. ഇപ്പൊ സോ ഈ 1200 രൂപ 2000 രൂപ കിട്ടിയവർക്കൊന്നും അതൊന്നും ഇപ്പൊ കിട്ടില്ല. പക്ഷെ ഫ്രോം മൈ പ്രഡിക്ഷൻ ഈസ് this corona situation is going to stay with us for a long period of time. But നമ്മൾ സാധാരണ ജനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ലോലി ബട്ട് ഷുവർലി ഹെൽത്ത് കെയറിലുള്ളത് നമ്മളെ പോലെയുള്ള, I work in a healthcare environment, അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അല്ലാത്തവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് എന്തെങ്കിലും പുതിയ മാനുഫാക്ചറിങ് ഫീൽഡ് ആയിട്ട് എന്തെങ്കിലും വരണം. പക്ഷെ അതിന് സമയം പിടിക്കും. സോ ഇൻ ദ മീൻ ടൈം ദ ഗവൺമെന്റ് വിൽ ഹാവ് ടു കം അപ്പ് വിത്ത് ആൻ ഐഡിയ. അതിപ്പം കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേഷൻ വിൽ ഹാവ് ടു, വെദർ ഇഫ് ഇറ്റ് ഇസ് ട്രംപ്സ് അഡ്മിനിസ്ട്രേഷൻ ഓർ ദിസ് ബൈപാർട്ടിസൺ ബേസിസിൽ ഇരുന്ന് സംസാരിക്കണം. അല്ലാതെ പക്ഷെ the problem is democratic thought process is inclusive of everybody. ഇപ്പോഴത്തെ കറണ്ട് അഡ്മിനിസ്ട്രേഷൻ ഇസ് ട്വിറ്ററോട് കൂടി നടത്തുന്ന ആ ഡിസിഷൻ നടക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ജയനോടാണ് എന്റെ അടുത്ത ചോദ്യം. നമുക്കറിയാം ഈ ഡെമോക്രാറ്റ്സ് ഭരിക്കുന്നെങ്കിലും റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ലോബിയിങ് വലിയൊരു വിഷയമാണ്.
അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇല്ലിനോയിലെ ഒരു സെനറ്റർ കഴിഞ്ഞ ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് കൊണ്ടുവന്ന ഒരു ഇമിഗ്രേഷൻ ബില്ല്, ആ ബില്ല് അന്ന് പാസ്സായില്ല. പക്ഷെ ഇപ്രാവശ്യം ഒരു റിപ്പബ്ലിക്കൻ സെനറ്റർ ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതേ സെനറ്റർ തന്നെയാണ് ആ ബില്ലിനെതിരെ പ്രവർത്തിച്ചത്. അത് നമ്പർ 1. നമ്പർ 2, ഒരു ഇപ്പോഴത്തെ സെനറ്റിലുള്ള ഒരു റിപ്പബ്ലിക്കൻ സെനറ്റർ കൊണ്ടുവന്ന ബില്ല് ഫ്ലോറിഡയിലുള്ള ഒരു റിപ്പബ്ലിക്കൻ സെനറ്ററാണ് ഇപ്പൊ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ പാർട്ടി ബേസ്ഡോ ബൈപാർട്ടീഷൻ ബേസ്ഡോ അല്ല, ഒരു ലോബിയിങ് അവിടെ നടക്കുന്നുണ്ട്. കാര്യം ഇവിടെ 100 വർഷം കൊണ്ട് ഗ്രീൻ കാർഡ് കിട്ടാൻ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇമിഗ്രേഷൻ ലോയേഴ്സിന് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ഞങ്ങൾ, പ്രത്യേകിച്ച് ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്ക് എല്ലാ 2 വർഷം കൂടുമ്പോൾ ആയിരക്കണക്കിന് ഡോളർ കിട്ടുന്ന ആ ഒരു കോഴ്സ് ഇതില്ലാതാവും എന്ന് വരുമ്പം അവർ ലോബിയിങ് നടത്തുന്നു. NRA സൈഡിൽ നിന്ന് ലോബിയിങ് നടക്കുന്നു, ഹെൽത്ത് കെയർ സൈഡിൽ ലോബിയിങ് നടക്കുന്നു, കോർപ്പറേറ്റ് സൈഡിൽ ലോബിയിങ് നടക്കുന്നു. എന്താണ് ജയൻ ഒരു നിഷ്പക്ഷം എന്നുള്ള രീതിയിൽ 2 ഭാഗത്തും തുല്യ ദൂരം പാലിക്കുന്ന ജയന് എന്താണ് ഇവർ രണ്ടുപേരോടും പറയാനുള്ളത്? അത് അമേരിക്കൻ പൊളിറ്റിക്സിന്റെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ലോബിയിങ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ ഫൈനാൻസ് റിഫോമിനെ കുറിച്ചുള്ള മുറവിളി കുറേ കാലങ്ങളായിട്ട് നടക്കുന്നു അമേരിക്കയിൽ. പക്ഷെ അതൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ബേണി ക്യാമ്പ് ആ ഒരു അജണ്ട മുൻനിർത്തി ഇപ്പം ഗ്രീൻ ന്യൂ ഡീലിനെ കുറിച്ച് AOC ആണ് റിയലി ആക്ച്വലി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും റാഡിക്കൽ ലെഫ്റ്റ് എന്ന് ആളുകൾ റിപ്പബ്ലിക്കൻസ് വിശേഷിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ആ ഗ്രൂപ്പാണ് റിയലി ഈ തരത്തിലുള്ള ക്യാമ്പയിൻ ഫൈനാൻസ് റിഫോമും അതോടൊപ്പം തന്നെ എഫക്റ്റീവായിട്ട് ലോബിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ളതിന്റെ മാർഗം നിലയിൽ തന്നെയാണ് ഇത് ഈ ഗ്രീൻ ന്യൂ ഡീൽ എന്നപ്പോൾ റാഡിക്കൽ എൻവയൺമെന്റൽ പോളിസീസ് എന്നൊക്കെ. അദ്ദേഹം പോയി, അദ്ദേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, പറഞ്ഞോളൂ ജയൻ. അല്ല, തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്. അതങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന പ്രശ്നമല്ല, എന്നും ലോബിയിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. അതിന് മുമ്പായിട്ട് ഒരു 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് 3 പേർക്കും തരാം. ആദ്യത്തെ ചോദ്യം എനിക്ക് മിസ്റ്റർ സാജൻ ഫ്രാൻസിസ് കുര്യനോടാണ്. എന്തുകൊണ്ട് 2020 ഇലക്ഷനില് ആളുകൾ, അമേരിക്കയിലെ ജനങ്ങൾ ജോ ബൈഡനും കമല ഹാരിസിനും വോട്ട് ചെയ്യണം എന്നൊന്ന് 2 മിനിറ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും? അമേരിക്കയിലെ ജനങ്ങൾക്ക് ഓൾറെഡി ഒരു തീരുമാനം വന്നു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കൊന്നും അറിയേണ്ടതിനാ പുതിയ തലമുറ ഇനിയിപ്പം പഴയ ആചാരങ്ങൾ വെച്ച് വന്നേക്കണം. 55 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ഇപ്പം ട്രംപിന് വോട്ട് ചെയ്തവരൊക്കെ ഇപ്പൊ തന്നെ ഒരു 28% നമ്മുടെ ഇന്ത്യൻ അമേരിക്കൻസ് വിൽ സപ്പോർട്ട് ട്രംപ്. ഔട്ട് ഓഫ് ദാറ്റ് 69 to 75% will support Biden. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. Why I said, ഒന്നാമത് സപ്രസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോഴത്തെ, പറഞ്ഞ മനസ്സിലാ. ഒന്നിൽ അവരെ പുറത്താക്കുക. അപ്പൊ സോ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല, എന്തിനും ഒളിച്ചു വെക്കുന്നു. അപ്പൊ അത് എൻ്റെ ഒരു വശം കേട്ടോ, അതിപ്പം തിരുത്തി എല്ലാവർക്കും അത് പറയാം. പിന്നെ ഒരു സമരത്തിന് ഒരു ഫിസിക്കൽ ഫോഴ്സോടുകൂടി ഒരു സമരം നമുക്ക് ഒരു ആവശ്യമാണ്. കാരണം നമ്മൾ ജനങ്ങളുടെ ഒരു ആവശ്യമാണത്. അത് പീസ്ഫുൾ പ്രോസസ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ജനങ്ങളെ പീഡനം ചെയ്യാൻ പാടില്ല, അതൊന്ന്. പിന്നെ പൊതുവെ റിപ്പബ്ലിക്കൻസ് ഒരു മൈനോറിറ്റി ആൾക്കാരോട് ഒരു ടോളറൻസ് ലെവൽ വളരെ കുറവാണ്. സോ ദാറ്റ് ഓൾ ദോസ് ഫാക്ടേഴ്സ്, ഇപ്പൊ ജനങ്ങൾ ഞാൻ മാത്രം പറയണമെന്നില്ലല്ലോ, ഇപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ I believe overall, I think Republican Party, it is going to be very difficult for them to win this race. Of course, there are a lot of things that both parties may have differences of opinion. Overall, I think Trump was given a chance and he let people down. അത് ഇതിനകത്ത് ഒരു ഡിവൈസീവ് ഫാക്ടർ വന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു പ്രജുഡിസും ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാം കുടുംബത്തിലും ഉള്ളതാണ്. പക്ഷെ I think he became very bold enough to bring that out to the American people, where it is going to increase. If he gets another 4-year term, all minorities will have a problem. That is all I have to say.
താങ്ക് യു സാജൻ. എല്ലാവരും വോട്ട് ചെയ്യുക. ഹൂവർ യുവർ ചോയ്സസ്. നമ്മുടെ മലയാളികളോട് എല്ലാവരോടും ഞാൻ പറയണത് വോട്ട് ചെയ്യാതിരിക്കരുത്. വാട്ട് എവർ ഈസ് യുവർ ചോയ്സ്, നിങ്ങൾ പോയി വോട്ട് ചെയ്യുക. താങ്ക് യു സാജൻ. മിസ്റ്റർ വിൻസെന്റ് പാലത്തിങ്കൽ, താങ്കളുടെ അഭിപ്രായത്തില് ഡൊണാൾഡ് ട്രംപും മൈക്ക് പെൻസും അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ കഴിഞ്ഞ രണ്ടാമത്തെ ടേമിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ഒരു വിലയിരുത്തലായിരിക്കും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ താങ്കൾ ഒരു 2 മിനിറ്റ് ഒന്ന് എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നൊന്ന് പറയാൻ സാധിക്കും? അതായത് 47 വർഷത്തെ ബൈഡന്റെ പാരമ്പര്യവും പ്രവർത്തനവും 47 മാസത്തെ ട്രംപിന്റെ പ്രവർത്തനങ്ങളും നോക്കിയാൽ എനിക്ക് 2 മിനിറ്റ് തീരെ പോരാ ട്രംപ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാനായിട്ട്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രം പറയാം മലയാളികളോട്. നമ്മുടെ ഈ നാട്ടിലെ വിജയം സാധ്യമാക്കിയത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലോ ആൻഡ് ഓർഡറും പോലീസുമാണ്. ഡെമോക്രാറ്റ്സ് 4 ദിവസം നീണ്ടുന്ന കൺവെൻഷൻ നടത്തി. മൾട്ടിപ്പിൾ cities in America were burning those days. Really burning. Rioting, looting, everything was going on. Nobody, not even the past presidents, mentioned the word law and order, enforcement of the law, not even once. But if you watch the Republican convention, on the other hand, they were all about law and order. So if you ask our women, Malayali women, Indian women, the law and order is what makes this country successful to begin with. That is assured under Trump president. He will make sure that police is funded. He will make sure that the defending agenda of AOC and Ilhan Omar will not proceed. Now, when you talk about opportunities, ഈ ഭയങ്കരമായിട്ട് നമ്മൾ പറയും അമേരിക്കയിൽ മുഴുവൻ റേസിസം ആയിരുന്നു, ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷെ നമ്മൾ വന്ന സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതിരുന്നുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വന്നത്. ആ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാണ്ടിരുന്നതിന്റെ ഒരു കാരണം ഈ സോഷ്യലിസ്റ്റ് പോളിസീസ് ആണ്. അതായത് നമ്മൾ സ്വർഗം സ്വപ്നം കാണുന്നു, എല്ലാവരെയും ഒരുപോലെ പൊക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഹാർഡ് വർക്കിന് വാല്യൂ ചെയ്യാതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗവൺമെന്റിന് കൊടുത്ത് ഭംഗിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് നടക്കാത്തൊരു മിഥിയാണ്, യുട്ടോപ്പിയാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ മലയാളിയും ഈ നാട്ടിൽ വളരെ ചുരുക്കം മലയാളികളുള്ളൂ പട്ടിണി അനുഭവിക്കുന്നുള്ളൂ അമേരിക്കയിൽ. ആരെങ്കിലും എനിക്കറിയാവുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല പട്ടിണി അനുഭവിക്കുന്ന മലയാളിനെ. അതുകൊണ്ടാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ നാട്ടിൽ. ഇവിടെ റേസിസവും ഇതൊക്കെ ആൾക്കാർക്ക് പറയാം, ജയനെ പോലുള്ള ആൾക്കാർക്ക് ഇരുന്ന് പറയാം. പക്ഷെ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ്. ആ ഓപ്പർച്യൂണിറ്റീസ് കുളവാക്കുന്ന ബിഗ് ഗവൺമെന്റ് പോളിസീസ്, ഒത്തിരി റെഡ് ടേപ്പ്, ബ്യൂറോക്രസി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അമേരിക്കയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ, ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതെല്ലാം നശിപ്പിച്ച് ഒരു സോഷ്യലിസ്റ്റ് കൺട്രോൾഡ് ഗവൺമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. നമുക്ക് പോകാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് ട്രംപിനും പെൻസിനും വോട്ട് ചെയ്ത് നമ്മൾ കണ്ട അമേരിക്ക അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതാണ് എനിക്ക് മലയാളികളോട്. താങ്ക് യു മിസ്റ്റർ വിൻസൻ. ജെയിൻ, താങ്കളോടാണ് അടുത്ത ചോദ്യം. ഒബാമ അഡ്മിനിസ്ട്രേഷനിലെ 2 ടേമില് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് ജോ ബൈഡൻ. അപ്പൊ ആ 2 ടേമില് പല പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് പല പാളിച്ചകളും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ടേമില് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പം അവിടെയും പല കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ 2 പേരില് താങ്കളുടെ അഭിപ്രായത്തില് ഏത് രീതിയിലാണ് ഇവര് വോട്ട് ചെയ്യേണ്ടത്? അത് എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ടത് 2 പേരുടെയും പ്രായവും അതിനകത്ത് ബാധകമാണ്. അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം എങ്ങനെയാണ് ജയൻ ഇതിനെ വിലയിരുത്തുന്നത്? ട്രംപ് സംഭവം ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് അമേരിക്കയിലെ ഏറ്റവും ഡിവൈസീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിഗറായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത പല ഗ്രൂപ്പുകളും ട്രംപിന് വിരുദ്ധമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ തന്നെ ഈ തവണത്തെ വോട്ട് ഒരു സവിശേഷമായ വോട്ടാണ്. കാരണം 57% 2008 വോട്ട് ശതമാനം തോന്നുന്നു. ഈ വർഷം സാധാരണ 50, 53, 52%. ഈ തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഏതാണ്ട് 4 മില്യണിലധികം ആളുകൾ, 5 മില്യണോളം ആളുകൾ ഇന്നത്തോടു കൂടി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വോട്ടിംഗ് ശതമാനം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഈ അമേരിക്കൻ ഇലക്ഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഗുലർ ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ് ആളുകളെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതേവരെ വോട്ട് ചെയ്യാൻ ഈ കഴിഞ്ഞ 25 വർഷങ്ങളിൽ അവസരം കിട്ടാത്ത ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നു. അത് കൂടുതലായിട്ട് തപാൽ വഴിയുള്ള വോട്ട്, അത് കൂടാതെ തന്നെ ഏതാണ്ട് മില്യൺസ് ഓഫ് ആളുകൾ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. ഈ കോവിഡ് സാഹചര്യത്തിൽ അവരും ഈ അവസരം വിനിയോഗിക്കുകയും അങ്ങനെ
വോട്ടിംഗ് ശതമാനം വളരെയധികം ഉയരുകയും അത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാർട്ടി വോട്ടുകളായി മാറാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ബൈഡൻ ക്യാമ്പാണ് വിജയ സാധ്യത കൂടുതലുള്ളത് ഈ സാഹചര്യത്തിൽ. അല്ലാതെ ഇപ്പോൾ ബൈഡൻ ഫണ്ടമെന്റലി ബൈഡൻ റെപ്രസെന്റ് ചെയ്യുന്ന മൂല്യങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിന്നും വ്യത്യസ്തമായതുകൊണ്ടല്ല. പക്ഷേ ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞ് ട്രംപ് എന്ന് പറയാതിരിക്കുന്നത് പ്രത്യേകമായ കാരണം കൊണ്ടാണ്. ട്രംപിനെ പൂർണ്ണമായും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ക്ലാസിക്കൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വാല്യൂസ് എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ട്രംപ് ഈസ് എ റിബൽ. അത് പുള്ളിക്കാരൻ ട്രംപ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫിനോമിനനാണ്. ഇറ്റ് വാസ് എ ഡെമഗോഗിക് പൊളിറ്റിക്കൽ ഫിനോമിനൻ. അങ്ങനെ ഹിസ്റ്ററിയിൽ പല സമയത്തും ഇത്തരത്തിലുള്ള ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉയർന്നു വന്നിട്ടുണ്ട്. വളരെ പോപ്പുലറായിട്ട് പല പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സും നേടിയിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നത് വിജയ സാധ്യത കൂടുതൽ ബൈഡൻ ക്യാമ്പിനാണ്. അത് അവരുടെ ഒരു എക്സലൻസ് കൊണ്ടല്ല, മറിച്ച് ഈ വളരെ പെക്യൂലർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാഹചര്യം കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ജയൻ. അപ്പം വളരെ പ്രമുഖമായ ഈ അതാത് മേഖലകളിൽ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള 3 പേരെയാണ് പ്രാവശ്യം പാനലിൽ നമുക്ക് ഡിസ്കഷൻ ലഭിച്ചത്. 3 പേരും സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്ത് ശരിയായ രീതിയിൽ ടു ദ പോയിന്റ് നമുക്ക് ക്ലാരിഫിക്കേഷൻ തന്നു. അപ്പൊ ന്യൂയോർക്കിൽ നിന്ന് ജയൻ 2 പാർട്ടിയിലും നിൽക്കാതെ തനതായ രീതിയിൽ പ്രവർത്തിക്കാം എന്നുള്ളതിന്റെ ഒരു ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ജയൻ. വിൻസെന്റ് പാലത്തിങ്കലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. DC-യിൽ താമസിക്കുന്നതിന്റെ ഒരു നേട്ടം കൊണ്ട് തന്നെ വൈറ്റ് ഹൗസ് അധികൃതരുമായിട്ടും പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടും സെനറ്റേഴ്സും ഒക്കെ ആയിട്ട് വളരെ ക്ലോസ് ബന്ധം പുലർത്തുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെയും ഒരു വലിയ ഒരു ഇൻസൈറ്റ് നമുക്ക് ലഭിച്ചു. സാജൻ ഫ്രാൻസിസ് കുര്യൻ ഫ്ലോറിഡയിൽ വർഷങ്ങളായിട്ട് ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു സഞ്ചക സഹചാരിയാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കും 1-2 പ്രാവശ്യം അദ്ദേഹം എനിക്കും സഹായം ചെയ്തിട്ടുണ്ട്. ഫ്ലോറിഡയാണ് പുള്ളിയുടെ ബേസ് എങ്കിലും പുള്ളി ഒരു ഗ്ലോബൽ വ്യക്തിയാണ്. പുള്ളി ഏത് ഭാഗത്തുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന് സമീപിക്കാവുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് വളരെ അനുഗ്രഹീതമായ ഒരു സംവാദമായിരുന്നു. തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് പ്രയത്നിച്ച വോക്ക് മലയാളം, അതായത് കുറഞ്ഞ കാലം തൊട്ട് ഈ ഡിജിറ്റൽ മീഡിയയിൽ മുൻപോട്ട് വന്ന ഒരു വോക്ക് ജേണൽ ഇംഗ്ലീഷിന്റെ മലയാളം പതിപ്പാണ് വോക്ക് മലയാളം. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈവൻ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സാമാൻഡോ, ലിജോ ജോർജ്, ഇവർക്ക് 2 പേർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സംവാദം ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. Namaste. Thank you. Thank you, Vishal. The time for empty talk is over. Now arrives the hour of action. Worse, he lied to the American people. He knowingly and willingly lied about the threat it posed to the country for months. And we're going to win 4 more years in the White House. We are in a battle for the soul of this nation. I'm the only thing standing between the American dream and total anarchy, madness, and chaos.